ശ്രീമദ് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാംശത്തെ സ്മരിക്കാൻ കിട്ടിയ ഈ സന്ദർഭം ജീവിതത്തിൽ ഏറ്റവും അധികം പുണ്യപ്രദമായ ഒരു നിമിഷമായാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ, ഇങ്ങനെയുള്ള സത്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ സമ്പാദിച്ചു വെച്ച പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പുണ്യമില്ലാത്ത ഒരാൾക്ക് പോലും ഇതിനകത്ത് കടന്നിരിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ള സത്യമാണ്. ഭാഗ്യം കൊണ്ടല്ല, ഈ ഒരു സത്രത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി എന്നല്ല, പുണ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യ സംബന്ധിച്ചൊരിക്കും കഥം അകൃത പുണ്യപ്രഭവതി, പുണ്യമില്ലാത്തവർക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ സമ്പാദിച്ച സ്വല്പ പുണ്യം നമ്മുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഈ ജന്മം കൊണ്ട് കിട്ടതാവും, അല്ലെ ജന്മാന്തരത്തിൻ്റെ വാസന കൊണ്ട് നമ്മിൽ വന്നു ചേർന്ന സ്വല്പ പുണ്യം കയ്യിലുണ്ട്. ആ പുണ്യമുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാനുള്ള അധികാരമുള്ളൂ, യോഗ്യതയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. ഇത്രയും പുണ്യാത്മാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യത്തിൻ്റെ കാരണമാണ്. ഈ കലിയുഗത്തിൽ നമുക്ക് ആകെപ്പാടെ നേടേണ്ടത് ഈ പുണ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും അവസാനം പോകുമ്പോൾ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ. ശരീരം, കളത്രം, ഫുതാൻ, ബന്ധുവർഗം, വയസ്യാൻ, ധനം, സത്മഭക്ത്യാൻ, ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ആകെപ്പാടെ കൊണ്ടാണുള്ള പുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തൊരു ജന്മത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പൊ ഈ ജന്മത്തിൽ സമ്പാദിച്ചു വെച്ച് ഈ പുണ്യം കൊണ്ട് ഇനിയും ജന്മപരമ്പരകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നേടേണ്ടത് പുണ്യം മാത്രമാണ്, മറ്റൊന്നുമല്ല. ബാക്കിയൊക്കെ നേടിയാലും ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലേവനും ഇവിടം വിട്ടാൽ കടത്തിറങ്ങണം, കടത്തുകൂലിക്ക് ഇന്നേ വല്ലതും ഒരുക്കി വയ്ക്കണം, കടം പറഞ്ഞാൽ കേൾക്കൂലവിടെ കണക്കു പുസ്തകമില്ല. എല്ലാവർക്കും ഒരിക്കൽ ഇവിടം വിട്ടാൽ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ പോകും. അങ്ങനെ പോകുമ്പോൾ കടന്ന് വേണം പോകാൻ. അവിടെ കടത്തുകൂലി കൊടുത്തെങ്കിൽ അക്കരയ്ക്ക് വിടുകയുള്ളൂ. എന്താ കൊടുക്കണ്ടേ? ഒന്നുമില്ല, കയ്യിൽ എല്ലാം വിട്ടിട്ടാവേ. ധനമില്ല, ഭാര്യയില്ല, പുത്രന്മാരില്ല, സമ്പത്തില്ല, വീടില്ല, ഒന്നുമില്ല കയ്യിൽ. പിന്നെ ആകെപ്പാടെ കയ്യിലുള്ളത് എന്താണ്? പുണ്യം. ഇതും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ തിരിച്ചു പൊക്കോളാൻ പറയും. വീണ്ടും അങ്ങോട്ട് തന്നെ വരും. ഒരു കൃമിയായോ, ഒരു പട്ടിയായോ, ഒരു പൂച്ചയായോ, അട്ടയായോ, കഴുതാരയായോ, പിന്നെ ഇവിടെ നിൽക്കാം. ഏതാ വേണ്ടതെന്ന് തിരഞ്ഞെടുത്താൽ മതി. ഈ കിട്ടിയ മനുഷ്യജന്മം നമ്മളാരും ചോദിച്ചു കിട്ടതല്ല. ആരെങ്കിലും നേരത്തെ അപേക്ഷ കൊടുത്ത് കിട്ടതാണോ? എനിക്ക് ഇന്നടത്തെ ഇന്ന വീട്ടിൽ ഇന്നാളുടെ മകളായിട്ട് ജനിക്കണം, ഒരു ജന്മം കിട്ടണം? അല്ല. ആരും ആവശ്യപ്പെടാതെ, ചോദിക്കാതെ യാദൃച്ഛികമായി കിട്ടിയ ഒരു ജന്മമാണ് ഈ ജന്മം. ഇത് വെറുതെ ഉണ്ടും ഉറങ്ങിയും പാഴാക്കാനുള്ളതല്ല, അത് മൃഗങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെക്കാൾ മനുഷ്യന്റെ വ്യത്യസ്തത ഇത് മാത്രമാണ്. അതുകൊണ്ട് ഈ ജന്മം പാഴാക്കാതെ ഈ ജന്മത്തിൽ പുണ്യം സമ്പാദിക്കാൻ ശ്രമിക്കണം. ഈ പുണ്യം കൊണ്ടേ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്താണ്, അനായാസമായിട്ടും ഈശ്വര സന്നിധിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ എത്താനുള്ള മാർഗങ്ങളാണ് ഇതേപോലുള്ള സത്രങ്ങളും സത്സംഗങ്ങളും എല്ലാം. അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പുണ്യത്തെ ജീവിതത്തിൽ ആർജിച്ച് ശേഖരിച്ച് നിറച്ചു വെച്ചുകൊണ്ട് സമാധാനമായി എന്ത് ചെയ്യാൻ പറ്റും, അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന മഹത്തായ ഒരു സത്സംഗവേദിയാണ് ഇങ്ങനെയുള്ള ഏറ്റവും വലിയ സത്രങ്ങൾ. ഇവിടുത്തെ പ്രധാന 3 പുരാണങ്ങളാണ്: ദേവി ഭാഗവതം, ശിവപുരാണം, ശ്രീമദ് ഭാഗവതം. 3 ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായിട്ടാണ് ഈ 3 പുരാണങ്ങൾ ഒന്നിച്ച് ഒരു യജ്ഞമായി, സത്രമായി ഇവിടെ. അതിൻ്റെ പാരായണം, അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ. എല്ലാ പുരാണവും പറയുന്ന വിഷയം ഒന്ന് തന്നെയാണ്. പക്ഷെ പലതരത്തിൽ ആ വിഷയം നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കാം. പലതരത്തിൽ അവതരിപ്പിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും.
ഒരു വിധത്തിൽ കൂടി മാത്രം പോയാൽ പറ്റില്ല. എത്രയോ വഴികളുണ്ട്. ഈ വഴികളൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് വഴി വേണം എന്ന്. അതിൽ നമുക്ക് സഞ്ചരിച്ച് പോകാൻ പറ്റും. ആ പാകത്തിനാണ് ഇതിഹാസ പുരാണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിച്ചത്. അതിൽ ഭാഗവത പുരാണത്തിലെ ഒരു വിഷയമാണ് എനിക്കിന്ന് ഇട്ടിരിക്കുന്ന വിഷയം. മുമ്പ് പറഞ്ഞ വിഷയം തന്നെയാണ്, പക്ഷെ ആ വിഷയത്തിൽ ചില വ്യത്യസ്തതകൾ ഭാഗവതകാരൻ വ്യാസമഹർഷി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമേ നമുക്കൊന്ന് അറിയണ്ടൂ. എങ്ങനെയാണ്, ഏത് വഴി കൂടിയാണ് പോകേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രം. ശ്രീമദ് ഭാഗവതം നമുക്ക് വളരെ പരിചിതമാണ്. നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. 12 സ്കന്ധങ്ങളിലുള്ള ഈ ഭാഗവത പുരാണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ഭാഗവത പുരാണം ഉപദേശിച്ചത്, ആർക്ക് വേണ്ടി ഉപദേശിച്ചു എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ. ഈ ചോദ്യത്തോടെയാണ് ഭാഗവത പുരാണം ആരംഭിക്കുന്നത് തന്നെ. കാരണം ഇതിൻ്റെ തുടക്കം ശൗനകാദി ഋഷിമാരോട് സൂതൻ കഥ പറയുന്നതായിട്ടാണ്. ശൗനകാദികളായ കുറേ ഋഷിമാരുണ്ട്, ആയിരക്കണക്കിന് ഋഷിമാർ നൈമിഷാരണ്യത്തിൽ ഒന്നിച്ചുകൂടി ഒരു യജ്ഞം ചെയ്യും. ആ യജ്ഞത്തിൻ്റെ സമയം രാവിലെ തുടങ്ങി 10-10 കഴിയും. പിന്നെ വൈകിട്ട് വിടും. ഇടവേളകൾ ധാരാളമുണ്ട്. ഈ ഇടവേളയിൽ എന്ത് ചെയ്യണം? അപ്പോഴാണ് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സൂതന്മാർ എന്നൊരു വിഭാഗം അന്ന് യജ്ഞശാലകളിൽ എന്നുമുണ്ട്. അവർ ഈ ഇടവേളയിൽ കഥ പറഞ്ഞു കൊടുക്കും. ഈ കഥ കേൾക്കും. ഈ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് സൂതന്മാർ. അപ്പോൾ ഇവരെ രാവിലത്തെ യജ്ഞമെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് സൂതന് മുമ്പിൽ വന്നിരിക്കും. സൂതനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. സൂതൻ അതിന് മറുപടിയായിട്ട് ഓരോ പുരാണത്തിലെ കഥകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അതിനൊരിക്കലും അന്ന് ഈ ശൗനകാദി ഋഷിമാർ സൂതനോട് ചോദിച്ചു, എന്താണ് പുംസാം ഏകാന്തതശ്രേയ, മനുഷ്യർക്ക് ശ്രേഷ്ഠമായ വിഷയം എന്താണെന്ന് പറയാമോ? ഉത്കൃഷ്ടമായ ഒരു ജീവിതചര്യ, ഒരു കർമ്മം എന്തുണ്ട്? ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കിട്ടുന്നുണ്ട്. ഇതിൽ ഏതാ നല്ലത്, ഏതാ ചീത്ത ഞങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയില്ല. ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പറയും അത് വേണ്ടാത്തായിരുന്നു, ചെയ്യരുതെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ നിത്യ ജീവിതത്തിൽ ഞങ്ങൾ അനേക തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേ ജീവിക്കുന്നവരാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്ന് എന്താണ് എന്ന് എടുത്തു പറയാനുണ്ടോ? അത് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരൂ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം, ഏന ആത്മാ സംപ്രസീദതി, യാതൊന്നുകൊണ്ടാണ് ആത്മാവിന് പ്രസാദം ഉണ്ടാക്കുന്നത്? ആത്മസന്തോഷം ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത ചോദ്യം. ഇത് നമ്മളും ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആത്മസന്തോഷമില്ല. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എന്താണ് സന്തോഷമില്ല. ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ, ഇത് മതിയാകുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ ഈ ചിന്ത വളർന്നു. ഇതെന്താണ് ഇതിന് കാരണം? എന്ത് ചെയ്താൽ എൻ്റെ മനസ്സ് സന്തോഷിക്കും? എന്ത് ചെയ്താൽ എൻ്റെ മനസ്സിന് ആനന്ദമുണ്ടാകും? ഇതാണ് ഈ ശൗനകാദി ഋഷിമാരിൽ ആണ് ചോദിച്ചത്, നമ്മളല്ല. ഋഷിമാർ സൂതനോട് ചോദിച്ചാണ് എന്ത് ചെയ്താൽ ഈ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും? എന്തൊക്കെ അനുഭവിച്ചാലും എനിക്ക് സംതൃപ്തിയില്ല. എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും തൃപ്തിയാവും. പിന്നെയും വേണം, പിന്നെയും വേണം, പിന്നെയും വേണം. ഇന്നലെ കഴിച്ചതിനേക്കാൾ സ്വാദുള്ളത് ഇന്ന് വേണം. ഇന്നത്തേക്കാൾ സ്വാദുള്ളത് നാളെ വേണം. അതിനെന്ത് ചെയ്യാണ്? അന്വേഷിച്ച് തപ്പി നടക്കുകയാണ്. മൊബൈലിൽ നോക്കി അതിൻ്റെ യോഗങ്ങൾ കണ്ടുപിടിച്ച് അത് കിട്ടുന്ന കടകളും ഹോട്ടലുകളും തപ്പി നാടുനീളെ നടന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? നാവിന് സ്വാദുണ്ടാക്കാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. വിശപ്പ് തീരാൻ ഏത് ഭക്ഷണം കഴിച്ചാലും തീരും. എന്ത് കഴിച്ചാലും വിശപ്പ് മാറും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ നാവെന്ന ഇന്ദ്രിയത്തെ ഒന്ന് സംതൃപ്തിപ്പെടുത്തണ്ടേ? അതിന് മതിയാവില്ല. പായസം കുടിച്ചിട്ട് നാവ് പറയും മധുരം പോരാ, സുഖമില്ല. ഇന്നിങ്ങനെ ഓരോ നിമിഷവും നമുക്ക് എന്താണ് സംതൃപ്തി? നാവ് കൊണ്ടുണ്ടാവുന്നില്ല, കണ്ണുകൊണ്ടുണ്ടാകുന്നില്ല. എന്തൊക്കെ കണ്ടാലും ഇത് മതി തോന്നില്ല, ഇനിയും കാണണം, ഇനിയും കാണണം എന്നാണ്. എന്തൊക്കെ അനുഭവിച്ചാലും ഇനിയും വേണം, ഇനിയും വേണം എന്നാണ്. 60, 70, 80, 90 വയസ്സൊക്കെ ഇഷ്ടം പോലെ കഴിച്ച് അനുഭവിച്ചില്ലേ, ഇനി ഇത് മതിയാക്കി കൂടെ? പറ്റില്ല.
അല്ലേ? അന്തിമ നിമിഷം കിടക്കയിൽ കിടക്കുമ്പോഴും എന്താണ് ഒരിറ്റ് പാൽപ്പാശം എന്നെ നാവിലേക്ക് ഒഴിച്ചോളൂ, ഇറക്കാൻ മേല എന്നാലും വേണ്ടില്ല. എന്ത് ചെയ്തോളൂ? നാവിൻ്റെ ഫാദർ. ഇതൊക്കെ മതിയാക്കി കൂടിയെന്ന് ചോദിച്ചത്. എപ്പോഴാണ് ഇത് മതിയാക്കാൻ പറ്റുന്നത്? കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട്, മനസ്സുകൊണ്ട് എന്തൊക്കെ വിഷയങ്ങൾ അനുഭവിച്ച് കഴിയുന്നതാണ് ഈ ജീവിതം. എന്തൊക്കെ പഠിച്ചിട്ട് എനിക്ക് തൃപ്തിയിരുന്നില്ല. ഭാഗവതം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, ഗീത പഠിച്ചു, പോരാ പോരാ പോരാ, ഇനിയും പഠിക്കണം. എന്തിനാണ്? കാരണം എന്താണ്? ഈ പഠിച്ചതൊന്നും വേണ്ട കിട്ടിയില്ല. ഈ പഠിച്ചത് കൊണ്ട് വേണ്ടത് കിട്ടിയെങ്കിൽ ഇനിയൊന്നും വേണ്ടല്ലോ. അപ്പൊ എനിക്കിത് മതിയാവുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും മതിയാക്കി നിർത്തിപ്പോകാൻ പറ്റാത്തത്? ഇനിയും വേണം ഇനിയും വേണമെന്ന് തോന്നിക്കൊണ്ടിരിക്കാൻ. ഏന ആത്മാ സംപ്രസീദതി, യാതൊന്നുകൊണ്ടാണ് എൻ്റെ ആത്മാവ് അവിടെ പ്രസാദിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ സൂതൻ പറയുന്നു, അതിനൊറ്റ വഴിയുള്ളൂ. എന്താണ്? കഥാശ്രവണവും കീർത്തനവും മാത്രം. ഈശ്വര കഥകൾ നിരന്തരം കേൾക്കുക, അത് കീർത്തിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ മനസ്സിന് സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ എന്നത് ഉറപ്പാണ്. മറ്റെന്തൊക്കെ ചെയ്താലും ഇത് കിട്ടില്ല. മനസ്സിന് എന്ത് ചെയ്യണം? ശാന്തി ഉണ്ടാക്കണം, മനസ്സിന് സമാധാനം ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? ഈശ്വരനാമങ്ങളെ ഉറക്കെ സങ്കീർത്തനം ചെയ്യണം, അത് കീർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഈശ്വരനാമങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കുറേ മാലിന്യങ്ങളെ എന്ത് ചെയ്യും? അത് പുറത്തു കളയും. ഇതാണ് നാമസങ്കീർത്തനം കൊണ്ട് നേടാനുള്ളത്. ഇത് മാത്രമാണ്. ഈശ്വരനാമങ്ങളെ ഉറക്കെ ഉച്ചരിച്ചാൽ പകലന്തിയോളവും മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന കുറേ ദുർവിചാരങ്ങളുടെ ചെളി മനസ്സിൻ്റെ പാളികളിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് കഴുകിക്കളയണ്ടേ? ചെളി പറ്റിയാൽ എന്ത് ചെയ്യണം? കഴുകിക്കളയാം. വേറെ വഴിയില്ലല്ലോ. പാത്രം കഴുകി നമുക്ക് വഴിയുണ്ട്, ഇഷ്ടം പോലെ മാർഗമുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? കഴുകി. മനസ്സ് കഴുകാൻ എന്താ ചെയ്യുക? മനസ്സ് എവിടെ ഇരിക്കുന്നതെങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അതൊന്ന് കണ്ടുപിടിച്ച് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് മനസ്സില്ല, എനിക്ക് മനസ്സുണ്ട്, എൻ്റെ മനസ്സിന് ബലമില്ല, കട്ടിയില്ല, ശക്തിയില്ല, അതൊക്കെ ഉറപ്പാണ്. മനസ്സുണ്ട്. ശരീരത്തെ എല്ലാ സ്ഥലത്തും മനസ്സ് വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് മനസ്സിനെ ബലപ്പെടുത്താൻ, മനസ്സിനെ എന്താണ് ശക്തി കൊടുക്കാൻ, മനസ്സിൻ്റെ മാലിന്യം മുഴുവൻ കഴുകിക്കളയുന്നതിനെ പറ്റൂ മന്ത്രങ്ങൾക്ക്, നാമങ്ങൾക്കേ പറ്റുള്ളൂ. ഈശ്വരനാമങ്ങളെ ഉറക്ക സങ്കീർത്തനം ചെയ്തോളൂ. ചെയ്താൽ എന്ത് ചെയ്യും? മനസ്സിൻ്റെ മാലിന്യം പോകും. നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ തുടക്കം നാഭിദേശത്തു നിന്നാണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് 4 സ്ഥാനങ്ങളുണ്ട്. അത് പരയിൽ നിന്നും ഉത്ഭവിച്ച് അവിടെയുള്ള നാഡികളിൽ കൂടി ശബ്ദങ്ങൾ മുകളിലേക്ക് സഞ്ചരിച്ച് പശ്യന്തിയിലെത്തി, തൊണ്ടയ്ക്ക് താഴെയുള്ള മധ്യമയിലെത്തി, തൊണ്ടയിൽ കൂടി പുറത്തേക്ക് ചാടുന്നത് വൈഖരി എന്ന ശബ്ദത്തിൽ കൂടിയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഇടയ്ക്ക് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ ഈ ശബ്ദത്തിൻ്റെ ശക്തി കഴുകിക്കളഞ്ഞിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അത് നാവിൽ കൂടി പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? മനസ്സ് ശാന്തമാകും. ഉറക്ക നാമം ഉച്ചരിച്ചാൽ മനസ്സുണ്ടാകും, ശാന്തമാകും. മാലിന്യമൊക്കെ എന്ത് ചെയ്യും? കഴുകിക്കളഞ്ഞ് മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാക്കി വെക്കട്ടെ. മനസ്സ് വിചാരങ്ങൾക്കുള്ളൊരു പാത്രമാണ്. നമ്മുടെ എല്ലാ വിചാരവും എവിടെയാണ്? മനസ്സിലാണ്. ഈ വിചാരങ്ങൾക്കുള്ളൊരു പാത്രമാണ് വാസ്തവത്തിൽ മനസ്സ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പാത്രത്തിൽ ദുഷ്ടത ബാധിച്ചാൽ, ദുർവിചാരങ്ങൾ മനസ്സിൽ കടന്നുകൂടിയാൽ എന്ത് ചെയ്യണം? പാത്രം കഴുകണ്ടേ? പാത്രത്തെ ചെളി പിടിച്ചാൽ പാത്രം കഴുകി വെച്ചേ പറ്റൂ. രാവിലെ ഭക്ഷണം കഴിക്കുന്ന പാത്രം അതുപോലെ ഉച്ചകാലത്തിലായിട്ട് തുറന്ന് കഴുകുമോ? ഇല്ലല്ലോ. എന്ത് ചെയ്യും? കഴുകി വൃത്തിയാക്കി വെക്കും. എന്നിട്ട് ഉച്ചകാലത്ത് വീണ്ടും കഴിക്കുള്ളൂ. ഇതുപോലെയാണ് മനസ്സ്. ദുഷ്ടവിചാരങ്ങൾ കൊണ്ട് ചെളി പിടിക്കും, ഉറപ്പാണ്. അപ്പം എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. അതിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നാമം ചൊല്ലാൻ പറ്റുന്നത്. എത്ര ദുർവിചാരങ്ങൾ ഒരു ദിവസം മനസ്സിൽ കടന്നുകൂടും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രാവിലെ ഉണർന്നപ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ എത്ര ദുർവിചാരങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നിട്ടുണ്ട് എന്നൊരു ഡയറിയിൽ എഴുതി വെക്കാൻ പറ്റുമോ? പറ്റില്ല. വെച്ചാൽ എത്രയോ ഉണ്ടാകും. എത്ര പ്രാവശ്യം മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തിനെക്കുറിച്ച് ആരെക്കുറിച്ചാണെന്നൊന്നുമില്ല.
ഒന്ന് ഈ വീട്ടിനെക്കുറിച്ച്, തന്നെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, പലരെക്കുറിച്ചും. അതൊന്നും ചിലപ്പോൾ നല്ല വിചാരമാവണമെന്നില്ല. ആരെങ്കിലും രാവിലെ വീട്ടിൽ പറഞ്ഞ ഒരു വാക്കായിരുന്നു, ആ വാക്കിനെ പിടിച്ച് ഇവരെന്താ ഇങ്ങനെ പറഞ്ഞ്, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞ്, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് എത്ര മണിക്കൂർ ചിന്തിച്ചിരിക്കും? 2 മണിക്കൂർ വെറുതെ ചിന്തിച്ചിരിക്കും. ഈ പറഞ്ഞൊരു വീട്ടിൽ നിന്ന് പോകും, അവരറിയത്തുമില്ല. അവരെക്കുറിച്ചാണ് നമ്മൾ വിചാരിക്കുന്നത്, അവർക്ക് അറിയത്തുമില്ല. അവർക്കിതുകൊണ്ടൊരു ഫലവുമില്ല. നമുക്കൊരു ഫലമില്ല. അവർക്കുമില്ല, നമുക്കുമില്ല. വെറുതെ 2 മണിക്കൂർ കളഞ്ഞല്ലേ. എന്തുണ്ടായ ഫലം? മനസ്സിൽ ചെളി കൂടി. അപ്പോൾ എന്ത് ചെയ്യണം? മനസ്സിനെ കഴുകി ശുദ്ധമാക്കണം. ഇതാണ് നാമസങ്കീർത്തനം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വം. പണ്ടൊക്കെ രാവിലെയും വൈകിട്ട് മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു? നാമം ജപിച്ചാൽ മതിയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. രാവിലെ നാമം ചൊല്ലണം, വൈകിട്ട് നാമം ചൊല്ലണം. കാരണം എന്താണ്? പകൽ അന്തിയോടും മനസ്സിൽ കടന്നു കൂടിയ ദുർവിചാരങ്ങൾ ഈ നാമജപം കൊണ്ട് കഴുകി കളഞ്ഞിട്ട് കിടന്നുറങ്ങണം. രാത്രിയിലും മനസ്സ് ദുർവിചാരങ്ങളുണ്ട്. അതിന് രാത്രിയിലെ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ എത്ര ദുർവിചാരങ്ങൾ വരിക, എത്ര ദുഷ്ടത കണ്ട് പേടിച്ച് ഉറച്ച് കിടന്ന് കരയില്ലേ ഇല്ലേ? ആരെയൊക്കെ കൊല്ലുന്നു, ആരൊക്കെ കൊന്നു, ഞാൻ എത്ര പേരെ ഉപദ്രവിക്കുന്നു, ഞാൻ എത്ര പേരെ ചീത്ത വിളിക്കുന്നു ഒക്കെ ഇവിടെ കാണാം, സ്വപ്നത്തിൽ കാണാം. അപ്പോൾ സ്വപ്നത്തിൽ ആരുണ്ട്? മനസ്സുണ്ട്. സ്വപ്നം കണ്ടാലും മനസ്സിൽ വരും, ചെളി വരും. അത് കഴിഞ്ഞാലേ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് രാവിലെ എന്ത് ചെയ്യണം? നാമജപം. 2 നേരം ഉറക്ക നാമം ഉച്ചരിച്ച് മനസ്സിനെ എന്ത് ചെയ്യണം? ശുദ്ധമാക്കണം. ഇന്ന് പക്ഷെ അത് പോരാ എന്നാണ്. കാരണം ഇന്ന് മാലിന്യങ്ങൾ അന്നത്തെക്കാൾ ഏറെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനെയല്ല, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ എല്ലാം മാലിന്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. കണ്ണു തുറന്നാൽ ശുദ്ധമായ ഒരു കാഴ്ചയും കാണാൻ പറ്റില്ല. ഘോരവും പൈശാചികവും ദുഷ്ടവുമായ കുറേ വാർത്തകളാണ് പത്രത്തിൽ കൂടി രാവിലെ പത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഫ്രണ്ട് പേജിലൊന്നും നല്ല വാർത്തകളില്ല. ഇത് കാണുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പൊക്കെ ഉണ്ട്. ഇനിയും ചെവി തുറന്നാൽ കേൾക്കുന്ന ശബ്ദങ്ങൾ അതിഭയങ്കരമായ ഒച്ചകളും ശബ്ദങ്ങളുമാണ്. മൂക്കിൽ കൂടി ശ്വസിക്കുന്നത് പലപ്പോഴും ദുർഗന്ധങ്ങളാണ്. ഇനിയും വായിൽ കൂടി കഴിക്കുന്ന ഭക്ഷണം ചോദിക്കണ്ടല്ലോ. അപ്പോൾ പലതും എന്താണ്? മാലിന്യം കൊണ്ട് നിറഞ്ഞ ഭക്ഷണം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. ശുദ്ധമായ ഭക്ഷണമൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ 5 ഇന്ദ്രിയങ്ങൾ കൂടി അകത്തേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഒക്കെ മാലിന്യമാണ്. ഇന്നത്തെ ഭാഷയിൽ ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ ആർക്ക് മനസ്സിലാവും? അത് കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. എന്ത് രോഗം വന്നാലും ഡോക്ടറെ എടുക്കുന്നതിന് ആൻറ്റിബയോട്ടിക് വരും. പക്ഷേ ഡോക്ടർ വിദഗ്ധപൂർവ്വം പറയും, ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ വയറ് കുളമാകും, അതുകൊണ്ട് ഒരു വൈറ്റമിൻ കൂടെ കൊടുത്ത്, ഒരു വൈറ്റമിൻ കൂടെ കഴിച്ചോളൂ. 2 കൂടെ കഴിച്ചാൽ ശാന്തമായി എന്താണ് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് 2ഉം തരും ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക് മാത്രമേ ഉള്ളൂ. ആരും തന്നതല്ല. പിന്നെ ഇവിടുന്നാണ് ഇവിടുന്ന് ചുറ്റും നമ്മൾ സ്വീകരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ കൂടി. പക്ഷേ ഇതിന് വൈറ്റമിൻ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താണ്? നാമജപങ്ങൾ, എന്താണ് ഭഗവത്ഗീത, നാരായണീയം, സഹസ്രനാമങ്ങൾ, പിന്നെ എന്താണ് നാരായണീയം, ഭഗവത്ഗീത, പിന്നെ ദേവി ഭാഗവതം, ശിവപുരാണം, ഇഷ്ടം പോലെ എത്ര തരം വൈറ്റമിൻ കയ്യിലിരിപ്പുണ്ട്. നാമങ്ങൾ, എത്രയോ നാമങ്ങളും കീർത്തനങ്ങളും അറിയാം. ഇതൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഉപയോഗിക്കുമോ? എപ്പോഴേ ഉള്ളൂ? രാവിലെയോ വൈകിട്ടോ മാത്രം. അപ്പോഴേ ഇത് വേണ്ടു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ മാലിന്യം നിറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നാമം ഉച്ചരിച്ച് മനസ്സിനെ ശുദ്ധമാക്കേണ്ട ജോലി ഇന്ന് അത്യന്താപേക്ഷിതമാണ്. രാവിലെ എണീറ്റ് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് TV തുറന്ന് TV-യുടെ മുമ്പിലിരിക്കും വൈകുന്നേരം വരെ. ഇതിനാണ് 3-4 സീരിയൽ കഷ്ടിച്ച് കാണും, അത്ര. അതിനിടയ്ക്ക് കുറേ പരസ്യങ്ങൾ. ഇതെല്ലാം കണ്ട് കേട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും ക്ഷീണിച്ചു. എന്ത് ചെയ്തിട്ടാ? ഒരു ജോലി ചെയ്തിട്ടില്ല. പിന്നെന്താണ്? ഈ ഫീൽഡ് കണ്ട് ഇതിനകത്ത് ദുഷ്ടവും ഘോരവും പൈശാചികവുമായ കഥ കണ്ടും കേട്ടും മനസ്സും അടുത്തു. ഇരിക്കുന്ന കസേരയിൽ നിന്ന് മാറി ഇരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി ഹാവു കട്ടിൽ പോയെന്ന് കിടന്നാൽ സുസ്തായി. എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തല്ല. ഏതാണ്? ഇത് കണ്ടതാണ്. നോക്കൂ, എത്ര ആൻറ്റിബയോട്ടിക്കാണ് നമ്മളെ ബാധിച്ചത് ഈ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫീൽഡ് കണ്ടാൽ മാറിയിരുന്ന് ഉറക്ക നാമം ചെല്ലണം. അടുത്ത ഫീൽഡ് പിന്നെയും കൊണ്ടുള്ളൂ, കുഴപ്പമില്ല. ഫീൽഡ് കാണാതിരിക്കണ്ട.
ഒരു ഫീൽഡ് കഴിഞ്ഞാൽ മാറിയിരുന്ന് എന്ത് ചെയ്യണം? നാരായണത്തിലെ ഒരു ദശകം, ഗീതയിലൊരു അധ്യായം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാവുന്ന കീർത്തനം, അതെന്ത് ചെയ്യണം? ഉറക്കെ ചൊല്ലിയാൽ ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയ ആൻറ്റിബയോട്ടിക് മുഴുവനും എന്ത് ചെയ്യും? ഈ വൈറ്റമിൻ കൊണ്ട് മാറും, മനസ്സ് ശുദ്ധമാകും. അടുത്ത ഫീൽഡിൽ വേണേൽ പിന്നെ കാണാം, ഒരു കുഴപ്പമില്ല. കാരണം ഫീൽഡിലും എന്താണ്, മൊബൈൽ ഫോണും ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? അതിന് പ്രതിവിധി കണ്ടെത്തണം. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം എന്ന് പ്രഹ്ലാദൻ ആദ്യം വേണ്ട എന്താണ്? ശ്രവണവും കീർത്തനവുമാണ്. ഭഗവത് കഥകൾ കേൾക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഈ കേൾക്കുന്ന നാമങ്ങൾ ഉറക്കെ ഉച്ചരിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാണ്. അതിന് എന്താണ് വേണ്ടത്? ഭഗവത് കഥകളാണ്. കേട്ടോളൂ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ, അവതാര കഥകൾ ഞാൻ പറയാം മഹാവിഷ്ണുവിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂതൻ ശൗനകാദികൾക്ക് ഈ കഥ അവിടെ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ടാണ് ഇവിടെ തുടക്കം. പക്ഷേ ഇത് വന്നു തീരുന്ന വേറൊരു സംവാദത്തിലാണ്. അപ്പം ഭൂതന് എവിടെ നിന്നാണ് ഈ കഥ കിട്ടിയത്? ഭൂതൻ ഈ കഥ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പരീക്ഷത്തിൻ്റെ യജ്ഞശാലയിൽ ചെന്നപ്പോൾ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശുഗൻ കേട്ടത് എവിടുന്നാണ്? പരീക്ഷത്തിന്റെ യജ്ഞശാല. ആ പരീക്ഷത്തിന് ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത കഥയാണ് ഞാനൊക്കെ. ശുഗബ്രഹ്മർഷിക്ക് എവിടുന്ന് കിട്ടിയ ഈ കഥ? ശുഗബ്രഹ്മർഷിക്ക് അദ്ദേഹത്തിന്റെ പിതാവായ വേദവ്യാസൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ കഥ. അപ്പൊ വേദവ്യാസൻ ശുഗനും തമ്മിൽ പറഞ്ഞ കഥയാണ് ഇത്. വേദവ്യാസന് എവിടുന്ന് കിട്ടി? വേദവ്യാസൻ നാരദ മഹർഷിയിൽ നിന്നും ഈ കഥ കിട്ടി. നാരദൻ വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിക്ക് എവിടെ കിട്ടി? നാരദ മഹർഷിക്ക് സ്വന്തം പിതാവായ ബ്രഹ്മാവിൽ നിന്ന് കിട്ടി. ബ്രഹ്മാവിൻ്റെ എവിടെ കിട്ടി? സാക്ഷാൽ ശ്രീനാരായണനായ ഭഗവാൻ. അപ്പോൾ നോക്കോളൂ, നാരായണമൂർത്തിയായ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചു, ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു, നാരദൻ വ്യാസന് ഉപദേശിച്ചു, വ്യാസൻ ശുഗന് ഉപദേശിച്ചു, ശുഗൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കഥ ഭൂതൻ കേട്ടിട്ട് ശൗനകാദികളോട് കഥ പറയും. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു അടുക്ക്. എത്ര എത്ര ഏജന്റുകൾ ചേർത്തിട്ടാണ് ഈ കഥ മുമ്പോട്ട് പോവുക. ഒരു പക്ഷേ എഴുത്തച്ഛനും കിളിയെ കൊണ്ട് കഥ പറയിച്ചത് അവിടെ തന്നെയാണ്, അല്ലേ? എഴുത്തച്ഛനും കിളിയെ വിളിച്ചിട്ട് കിളിയെ കൊണ്ടാണ് ഈ കഥ പറയിക്കുന്നത്, താൻ നേരിട്ടല്ല പറയാം. ഇതുപോലെയാണ് ഇത്രയും കഥാസമാഹാരങ്ങൾ ഇതിനകത്ത് ആവശ്യമുണ്ട്. അതിൽ ഈ പരീക്ഷിത മഹർഷിക്ക് ഈ കഥ ഉപദേശിച്ചു കൊടുക്കണമെന്ന സാഹചര്യം എന്തിനാണ് എന്നൊരു ചോദ്യം വന്നു. അവർ പറഞ്ഞു, പരീക്ഷത്തിന് 7 ദിവസം മാത്രമേ ആയുസുള്ളൂ എന്ന്. ഒരു ശാപമല്ല, ഒരു വരം, അല്ലേ? 7 ദിവസം കൂടി നിങ്ങൾ മരിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വരമാണ്, ശാപമല്ല. 7 ദിവസം കഴിഞ്ഞേ മരിക്കൂ എന്നുള്ളതാണല്ലോ ശാപം. പക്ഷേ നമ്മളുള്ള ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളെ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ 7 ദിവസത്തേക്ക് മരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏത് നിമിഷവും എന്ത് ചെയ്യാം? പെട്ടെന്ന് പഴഞ്ഞു വീണ് ഇതാ മരിച്ചു എന്ന് കേൾക്കാം. അപ്പൊ ആർക്കും ഇന്ന സമയത്ത് മരിക്കും, ഇത്ര ദിവസം ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പരീക്ഷത്തിന് ഉറപ്പാണ് 7 ദിവസം എന്ത് ചെയ്യില്ല, മരിക്കില്ല. 7-ാം ദിവസമേ തക്ഷകം വന്ന് കടിക്കുള്ളൂ, അതുവരെ എന്ത് ചെയ്തില്ല, മരിക്കില്ല. എന്തൊരു ലാഭമാണ് ജീവിതത്തിൽ. 7 ദിവസം എന്താണ് മരിക്കാതെ ഒരു ജീവിതം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷത്തിൽ വിചാരിച്ചു 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? 7 ദിവസം എന്തായാലും എനിക്കുണ്ടല്ലോ, അല്ലേ? നമ്മളാണ് എന്ത് ചെയ്യും, അല്ലേ? ചെയ്തു തീർക്കാനുള്ള ജോലി വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, അല്ലേ? ഭാര്യയ്ക്ക്, മക്കൾക്ക്, സമ്പത്ത്, ധനം, ബാങ്ക് ബാലൻസ്, ഡെപ്പോസിറ്റ്, ഇതെല്ലാം ഒന്ന് ശരിയാക്കി 7 ദിവസം കൊണ്ട് തികവെന്നൊന്നും അറിയത്തില്ല. ഈ ജോലികൾ വ്യാപകരായിട്ട് ഓടി നടക്കുക. പരീക്ഷത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഐശ്വര്യപ്രദമായ ഒരു വലിയ രാജ്യം, അവിടെയുള്ള ചതുരംഗ സൈന്യങ്ങൾ, അതേപോലെ മന്ത്രിമാര്, അതേപോലെ തൻ്റെ പ്രിയപ്പെട്ട പത്നിമാര്, പുത്രൻ, ഇവരൊക്കെ എന്ത് ചെയ്തു? നിഷ്കരണം ഉപേക്ഷിച്ചു. എപ്പോഴും ഒറ്റ ദിവസം വേണ്ടി വന്നുള്ളൂ. എന്താണ്? ഈ ശാപം എന്ന വരം കിട്ടിയ ആ നിമിഷം തന്നെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനിയും 7 ദിവസമുണ്ടെങ്കിൽ ജീവിതത്തെ ശ്രേയസിലേക്ക് നയിക്കാൻ എന്താണ് ഒരു വഴി എന്നന്വേഷിച്ച് ഗംഗാതീരത്ത് പോയി
അദ്ദേഹം ഉപവാസം ഇരുന്നു. കുറേ മഹർഷിമാരെല്ലാം കൂടി അവിടെ തീർന്നു. എന്താ ഇപ്പം രാജാവെ ഇവിടെ വന്നിരിക്കാൻ കാരണം? ഒന്നുമില്ല, എനിക്കൊരു ശാപം കിട്ടി, അല്ല അനുഗ്രഹം കിട്ടി, 7 ദിവസമുള്ളൂ, ഈ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ. ഈ മഹർഷിമാരെല്ലാം കൂടി ആലോചിച്ച് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരാൾ പറഞ്ഞു, ഒരു മഹാമൃത്യുഞ്ജയ ഹോമം 7 ദിവസം കൊണ്ട് കഴിച്ചുള്ളൂ. ഇല്ലേ, മരിക്കാൻ കിടക്കുന്ന ആളും നമ്മളതൊക്കെ ചെയ്യാം. 7 ദിവസമുണ്ട്, അന്നെന്താണ് ഒരു മഹാമൃത്യുഞ്ജയ ഹോമം കഴിക്കാം. വേറൊരാൾ പറഞ്ഞു, അല്ല മൃതസഞ്ജീവനി എന്ന ഹോമമുണ്ട്, അതാണ് ഏറ്റവും നല്ലത്, അത് കഴിക്കണം എന്നിങ്ങനെ അവിടെ കൂടിയിരുന്ന മഹർഷിമാരെല്ലാം ഓരോരോ കർമ്മ സംവിധാനങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണം എന്നിങ്ങനെ വിധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശുകബ്രഹ്മർഷി അത് വികടം വരുന്നത്. അല്ലേ, അവധൂതനെ പോലെ വെറും കേവലം 16 വയസ്സുള്ള ഒരു കുട്ടി എന്ന് വേണേൽ പറയാം, ഒരു യുവാവ്, ഒരു വസ്ത്രവും എടുക്കാതെ, ഒരു ലജ്ജയും ഇല്ലാതെ. വസ്ത്രം എടുക്കാതെ നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ലജ്ജ. ഇതൊന്നുമില്ല, കാരണം ശരീരത്തെക്കുറിച്ചുള്ള ബോധം പോലും ഇല്ല. ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ലജ്ജ വരുന്നത്, അതില്ലെങ്കിലോ ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ബോധം ഇതിനെക്കുറിച്ചാണ്, ശരീരത്തെക്കുറിച്ചാണ്. രാവിലെ ഉണർന്നാൽ ഉറങ്ങുന്നിടം വരെ ഈ ശരീരം നന്നാക്കി കൊണ്ടു നടക്കണം. അല്ലേ, ഈ ശരീരത്തെ കുളിപ്പിച്ച് അലങ്കരിച്ച് ഒരുക്കി ഇവിടെയൊന്നും കിട്ടാത്ത വലിയ വലിയ വസ്ത്രങ്ങളൊക്കെ പല ദിക്കിൽ നിന്ന് സംഭരിച്ചു കൊണ്ടുവന്ന് എന്താണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് മരുന്ന് കഴിച്ച് ഈ ശരീരം മരിച്ചു കൊണ്ടു നടക്കുകയാണ്. ഇതും കൊണ്ട് നടക്കട്ടെ. ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഇത് വീട്ടിൽ ഇട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇതും കൊണ്ട് പോകണം. ഇതും കൊണ്ട് പോകണം. എന്ത് ചെയ്യണം? കൂടെ കൊണ്ടുപോകണമെങ്കിൽ നന്നായി അലങ്കരിച്ച് കൊണ്ടുപോകണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാടാണ് ഒരു ജീവിതത്തിലെ മുഴുവൻ സമയവും ശരീരത്തെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ശരീരമാണെങ്കിലോ എത്ര ദിവസം കാണുന്ന ആർക്കും ഇട്ട് അറിയത്തില്ല. ഈ ശരീരത്തിൻ്റെ അകത്തൊരു മനസ്സുണ്ട്, നന്നാക്കേണ്ടത് ആ മനസ്സിനെയാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല, വിട്ടുപിടിച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഒക്കെ പറയണം. അപ്പം എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഖേദവും ദുഃഖവും വിഷവും ആപത്തും മാത്രം അനുഭവിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ശുകബ്രഹ്മർഷി കടന്നു വന്നിട്ട് പറഞ്ഞു, എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ ചിന്തകളായിട്ട് കൂട്ടം കൂടി ആലോചിച്ചിരിക്കുന്നത്? ഇതാണ് വിഷയം. ഈ പരീക്ഷത്ത് എന്താ മഹാരാജാവ് അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞുതരാം. 7 ദിവസം ഉണ്ടെങ്കിൽ ലാഭമായി. എന്താ കാരണം? ഭാഗവത കഥ മുഴുവൻ കേൾക്കാം. 7 ദിവസം മതി. 7 ദിവസം കൊണ്ട് ഭാഗവത കഥ മുഴുവൻ കേട്ടാൽ മരിക്കാതിരിക്കാനല്ല, പിന്നെന്താണ്? പേടിയില്ലാതെ മരിക്കാൻ. അതാണ് ഭയമില്ലാതെ മരിക്കാൻ പറ്റുക. നമുക്കിപ്പോൾ ഏറ്റവും വലിയ പേടി എന്താണ്? മരണം. അല്ലേ, ആരെങ്കിലും നിങ്ങളോട് എന്താണ് ഈ മരുന്ന് കഴിച്ചാൽ മരിക്കുമെന്ന് കേട്ടാൽ പിന്നെ ചെയ്യില്ല. നമ്മുടെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ബാക്കിയൊക്കെ സഹിക്കാം. അതിനൊക്കെ നമുക്ക് മരുന്നും ഔഷധവും ഒക്കെ ഉണ്ട്. മരണത്തിന് മാത്രം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർ നോക്കി നിൽക്കുക എന്ത് ചെയ്യും? മരിച്ചുപോയി. 5 or 6 ഡോക്ടർമാർ ഒന്നിച്ച് എന്താണ് ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഇയാളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എന്ത് പോയി? ജീവൻ പോയി. എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഭയം ഏറ്റവും വലിയ മരണഭയമാണ്. ഈ മരണഭയത്തെ മാറ്റിയെടുത്താൽ മരിക്കും എന്നത് ഉറപ്പാണ്. ആർക്കും മരിക്കാതിരിക്കാൻ പറ്റില്ല. ജനിച്ച സമസ്ത ജീവജാലങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. അങ്ങനെയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ജനിച്ച നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. ഇല്ലേ, കരഞ്ഞാണ് എല്ലാവരും ജനിച്ചത്. ഇനി മരിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് മരിക്കാനിടയാവരുത്. പിന്നെ എന്ത് ചെയ്യണം? ചിരിച്ചുകൊണ്ട് മരിക്കണം, സന്തോഷത്തോടെ. പരീക്ഷത്തെ 7-ാം ദിവസം ഭാഗവതം കേട്ടിട്ട് ഈ തക്ഷകൻ എവിടെന്നെങ്കിലും ഓടി വന്ന് എന്നെ ഒന്ന് കളിക്കട്ടെ, എന്താണ് ഈ ശരീരം ഉപേക്ഷിച്ച് എനിക്ക് പോകണം. ഈ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ശുകബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്താണ് ശ്രീമദ് ഭാഗവതം. അപ്പം ഈ ശുകബ്രഹ്മർഷിക്ക് ഇത് കിട്ടിയത് പിതാവ് വേദവ്യാസൻ പറഞ്ഞു കൊടുത്തതാണ്. വേദവ്യാസനിൽ നിന്ന് കിട്ടിയതാണ്. വേദവ്യാസനിൽ എഴുതി കിട്ടി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിനെന്താ കാരണം? ഇവർ തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി? അടുത്ത ചോദ്യങ്ങളാണ്. ഇവർ എവിടെ വെച്ച് കണ്ടുമുട്ടി? എന്തിനാണ് പറഞ്ഞു കൊടുത്തത്? വേദവ്യാസന് മഹാഭാരത യുദ്ധമെല്ലാം പര്യവസാനിച്ച് പാണ്ഡവരും കൗരവരും ഒക്കെ തൻ്റെ പുത്രന്മാരാണ്. കാരണം ഇവരുടെയൊക്കെ ആദ്യത്തെ പിതാവ് ആരാണ്? വേദവ്യാസൻ. ഇവരെല്ലാം തന്നെ ഉപേക്ഷിച്ചു പോയി. ആരുമില്ല. യുധിഷ്ഠിരാദികൾ അവസാനം ബാണപ്രസവം അനുഷ്ഠിച്ച് കാട്ടിപ്പോയി, അവരുമില്ല. ഭഗവാനെ പേരും പോയി. പിന്നെ ആകെയുള്ള പുത്രൻ ഈ ശുകബ്രഹ്മർഷിയ. അദ്ദേഹവും ആരെ വിട്ടുപോയി? പിതാവിനെ വിട്ടുപോയി. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിജഹകാതരയജുഹാവപുത്രേതി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ
വേദവ്യാസൻ 2 കൈയും ശിരസിൽ കൂട്ടിയിട്ട് പുത്രാ എന്ന് വിളിച്ച് കരഞ്ഞു പോയിരുന്ന എന്നെ ഇട്ടിട്ട് എല്ലാവരും പോയി. നമ്മൾ പറയുന്നല്ല, എന്നെ ഇട്ടിട്ട് എല്ലാവരും പോയി. മക്കളും പോയി, ഭാര്യയും പോയി, ഭർത്താവും പോയി, ബന്ധുക്കളും പോയി, ആരുമില്ല. ഇപ്പം ഞാൻ തന്നെയായി. അപ്പം വീടിനോടും വീട്ടുകാരോടുമുള്ള ഈ മമതാബന്ധം വ്യാസനെ കണക്കറ്റ് വിഷമിച്ചു. പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഇങ്ങനെ സർവഭൂതങ്ങളും ഹൃദയം കണ്ടവനാണ് ആര്യ വേദവ്യാസൻ. അപ്പം നാരദൻ ചോദിച്ചു, ഇത്രയും പുരാണങ്ങളൊക്കെ എഴുതി, വേദങ്ങളൊക്കെ വിശ്വസിച്ചു, എന്നിട്ടും മനസ്സെന്താണ് ഇങ്ങനെ മക്കള് 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 മക്കള്? നമ്മളിപ്പോൾ തന്നെയാണ് ഇല്ലേ? മക്കളെ മക്കളെ മക്കളെന്ന വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും മനസ്സിലാവും. ഇതൊക്കെ കളയും, ഇത് കളയുന്ന ഇത് എനിക്ക് കളയാൻ പറ്റുന്നില്ല. കേട്ടോളൂ ശ്രീമദ് ഭാഗവതം. നോക്കൂ എങ്ങനെയൊക്കെയാണ് ഭാഗവതം നമ്മൾ മുമ്പിലേക്ക് വരിക. എന്നിട്ട് അവിടെ വെച്ച് നാരദ മഹർഷി എന്താണ് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭാഗവതം. ഈ നാരദൻ പറഞ്ഞു, അപ്പൊ ചോദിച്ചു, മഹർഷി അങ്ങേക്ക് എവിടെ കിട്ടി? ഇത് എനിക്ക് കിട്ടിയത് ഒരു വലിയ കഥയാണ്. ഞാൻ വളരെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഒരു വീട്ടിലെ ജോലിക്കാരിയാണ്. അമ്മ അടുത്തുള്ള കുറേ മഹർഷിമാരുടെയും ഇല്ലെങ്കിലും വീടുകളിലൊക്കെ പാത്രം കഴുകി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അതുകൊണ്ടാണ് അമ്മ എന്നെ വളർത്തിക്കൊണ്ടത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ഛൻ എന്നെ മരിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം ചാതുർമാസ്യം എന്നൊരു വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി കുറേ മഹർഷിമാർ ഞങ്ങളുടെ അടുത്ത് ഒരു വലിയ ഇതുണ്ടാക്കി, കൊറ്റിലും പന്തിലൊക്കെ ഇട്ട് കുറേ മഹർഷിമാരോട് താമസിക്കാം. അമ്മയാണ് അവർക്ക് വേണ്ട പാത്രം കഴുകി കൊടുക്കൽ, മുറ്റം അടിച്ചു കൊടുക്കൽ, പൂവുണ്ടാക്കി കൊടുക്കൽ, ഇതൊക്കെ അമ്മയുടെ ജോലിയാണ്. അമ്മയെ സഹായിക്കാൻ ഞാനും കൂടെ പോയി. എനിക്ക് 5-6 വയസ്സുണ്ട്. കൂടെ പോയി നിന്ന് എന്ത് ചെയ്യും, ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കും. അവർ കഴിച്ചതിന് ബാക്കി ഉച്ഛിഷ്ടം ആ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കിട്ടും, അത് അമ്മ കഴിക്കും, അമ്മ എനിക്കും തരും. ഇത്രയേ ഉള്ളൂ ഭക്ഷണം. ഇതൊക്കെ മതിയായി. പക്ഷേ ഈ ജോലിക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇടവേളയിൽ അവർ കുറേ സത്സംഗം നടത്തും. നല്ല ഒന്നും കുട്ടികളാരും എന്ത് ചെയ്തില്ല, വരത്തില്ല, നമ്മളോട്ട് കൊണ്ടുവരികയില്ല. കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടതല്ല എന്നാണ് വിചാരം. പക്ഷേ ഈ അമ്മയ്ക്ക് കുട്ടിയെ വീട്ടിലിടാൻ പറ്റാത്തത് എന്ത് ചെയ്തു, അമ്മ കൂടെ കൊണ്ടുവന്നാണ്. ഇവിടെ വന്ന് എന്ത് ചെയ്തു, ഇതിങ്ങനെ കേട്ട് ഈ കഥകളൊക്കെ എന്താണ് സൽക്കഥകൾ ധാരാളം കേട്ടിട്ട് അവസാനം ഈ മഹർഷിമാർ എന്നെ അനുഗ്രഹിച്ചു. നീ വലിയ യോഗ്യനാകും, നീ വലിയ പണ്ഡിതനായി തീരും എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ അനുഗ്രഹിച്ച് ജന്മസാഫല്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന് കുട്ടി പഠിച്ചു. സൽക്കഥ കുട്ടി കേട്ട് പഠിച്ചാണ്. മഹർഷിമാരെ അനുഗ്രഹിച്ചിട്ട് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ചിലതായി പൈസ കൊടുത്ത് അവരങ്ങ് പോയി. പിന്നെയും അമ്മയും മകനും തന്നെയായി. അപ്പം പിന്നെ അമ്മയെ ഒരു ദിവസം പശുവിനെ കറക്കണം. പശുവിനെ കറന്നിട്ട് വെളുപ്പിനെയാണ്, വെളിച്ചം വന്നോണിയുള്ളൂ. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാമ്പ് കടിച്ച് അമ്മ എപ്പോഴും അടച്ചു മരിച്ചു. അപ്പം ഞാൻ തന്നെയായി. അമ്മ മരിച്ച സന്തോഷമാണ് വിചാരിച്ചു. കാരണം എന്താണ്, ഇനി ഒരു കടപ്പാടും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇനി അമ്മയെ നോക്കേണ്ട ജോലി ആർക്കാണ്? എനിക്കല്ലേ. അപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം ഞാൻ അനുഭവിച്ചത് അമ്മ മരിച്ചെന്ന് കേട്ടപ്പോഴാണ്. നോക്കൂ, ആരാ പറയുന്ന നാരദ മഹർഷി. എന്നിട്ട് സന്തോഷത്തിലായിരുന്നു യാത്രയാവുക. എവിടെ? വനാന്തരത്തിൽ. ഈ മഹർഷിമാർ ഉപദേശിച്ച അനുസരിച്ചുള്ള ചൈതന്യ സ്വരൂപനായ ബ്രഹ്മത്തെ, ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് കാട്ടിക്കൂടെ നടക്കും, പകൽ അന്തികൂടമൊക്കെ നടക്കും.
വല്ല കാട്ടരുവിയിൽ നിന്നും കുറച്ച് വെള്ളം കിട്ടുന്ന കുടിക്കും, വല്ല കായ്കനികളും പഴങ്ങളും കിട്ടിയാൽ കഴിക്കും. എന്നിട്ട് വൈകുന്നേരം എന്ത് ചെയ്യും, ഒരു ആൽമരത്തിന് ചുട്ടിൽ വന്ന് വെറുതെ ധ്യാനിച്ചിരിക്കും, അവിടെ കിടന്നുറങ്ങും, രാവിലെ തന്നെ പിന്നെയും നടക്കും. ഇതായിരുന്നു ജോലി. ഇങ്ങനെ പോയി ഒരു ദിവസം ആൽമരത്തിലിരുന്ന് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠവാസിയായ ഭഗവാന്റെ ചതുർബാഹുവായി അനന്തന്റെ പുറത്ത് ശയിക്കുന്ന സ്വരൂപത്തെ ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. ഹാവു, എന്തൊരു സന്തോഷം! ഇതുപോലൊരു സ്വരൂപത്തെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കണ്ടു, അതിലേക്ക് ചേർന്ന് പിടിച്ച് അതിലേക്ക് ലയിക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റെ സമാധി ഞാൻ വന്നു. നോക്കിയപ്പം ഇത് മാത്രമേ. എവിടെ 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 എന്ന് ചോദിച്ച് ഓടി നടന്നപ്പോൾ ഒരു അശരീരി ഉണ്ടായി. നാരദ മഹർഷി, ഈ ജന്മത്തിൽ അങ്ങേക്ക് ഇനി ഭഗവാനെ കാണാൻ പറ്റില്ല, ഒരു ജന്മം കൂടി വേണം. നോക്കൂ, നാരദൻ്റെ കഥയാണിത്. ഞാൻ അപ്പത്തിന് എന്ത് ചെയ്തു, ആ പുഴയിലേക്ക് സമാധിയിലിറങ്ങി എന്നെ ജീവനൊടുക്കി. അടുത്തൊരു ജന്മം കിട്ടി. അതാണ് ഈ നാരദൻ. ഞാൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട്, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ഞാൻ ജനിച്ചു. അങ്ങനെ ജനിച്ചപ്പോൾ പൂർവ്വസ്മൃതി കൊണ്ട് പുണ്യം കയ്യിലുണ്ടല്ലോ. കഴിഞ്ഞ ജന്മത്തിലെ 4-5 വർഷമേ ഉള്ളൂ, ആ ജന്മത്തിലെ പുണ്യം കയ്യിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സ്വന്തം പിതാവ് തനിക്ക് ഭാഗവതം ഉപദേശിച്ചു. 4 ശ്ലോകത്തിലാണ്. ഇതാണ് എൻ്റെ വിഷയം, ചതുശ്ലോകി ഭാഗവതം. ഇവിടേക്ക് ഞാനൊന്ന് വന്നതാണ്. ഇത്രയും സമയത്തിലൂടെ ചതുശ്ലോകി ഭാഗവതത്തിലെ ഒരു വരിയാണ് ഇവിടെ വിഷയമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി എന്താണ് 4 ശ്ലോകത്തിൽ ഭാഗവതം മുഴുവനും ബ്രഹ്മാവ് ആർക്ക് ഉപദേശിച്ചത്? നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. ഇങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞ് വ്യാസന് പറഞ്ഞു. അപ്പം ബ്രഹ്മാവും നാരദനുമായിട്ടുള്ള സംവാദം, അവിടെയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അപ്പം മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും താമരയുണ്ടായി. നമുക്ക് ആ കഥ അറിയാം. ആ താമരയിൽ ആരുണ്ടായി? ബ്രഹ്മാവുണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് താമരയിൽ നോക്കുമ്പോൾ ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ. ചുറ്റും വെള്ളം മാത്രം, വേറൊന്നും കാണാനില്ല. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായി? ഈ താമരയിലാണത്. ഈ താമരയുടെ തണ്ട് എവിടെയാണ്? ഈ താമര എവിടെ നിന്നുണ്ടായി? താമരയുടെ ഉൽപ്പത്തി എവിടെയാണ്? കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം ഉണ്ടായി. ആർക്കുണ്ടാകുന്നതാണ്? എവിടെ നിന്നാണ് ഈ താമര വന്നറിയണ്ടേ? വെള്ളത്തിലായത്. വെള്ളത്തിൽ എവിടെയാണ്? ചുറ്റും വെള്ളമാണ്, ഒന്നുമില്ല, കരയില്ല, ഒന്നുമില്ല. ഈ താമര മാത്രം നിൽക്കുന്നു. ബ്രഹ്മാവ് അന്വേഷിക്കാൻ വിചാരിച്ച് ഓരോ ദിക്കിലേക്ക് നോക്കി. ആദ്യം കിഴക്കോട്ട് നോക്കി, അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? നേരെ തെക്കോട്ട് നോക്കിയപ്പോൾ ഇവിടെ വീണ്ടും തെക്കോട്ട് നോക്കാൻ വേണ്ടി ഒരു മുഖം ഉണ്ടായിരുന്നു. പിന്നെ പടിഞ്ഞാട്ട് നോക്കിയപ്പോൾ വേറൊരു മുഖം, വടക്കോട്ട് നോക്കിയപ്പോൾ മറ്റൊരു മുഖം. 4 മുഖമായി. ഇനി എന്ത് ചെയ്യണ്ട? കഴുത്ത് തിരിച്ച് നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ ഇരുന്ന് 4 മുഖത്തിൽ കൂടെ കാണാം. 4 ദിക്കിലും എന്തില്ല? ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനമില്ല, ഒരാളിനെയും കാണാനില്ല, ഒന്നുമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അവസാനം എന്ത് വിചാരിച്ചു? ഈ താമരയുടെ തണ്ടുണ്ടല്ലോ, ചെറിയ തണ്ട്, ആ സുഷിരത്തിൽ കൂടി താൻ ഒരു ചെറിയ അണുസ്വരൂപിയായിട്ട് താഴേക്ക് സഞ്ചരിച്ചു പോയി. കുറേ നാളെടുത്തു. അങ്ങനെ സഞ്ചരിച്ച് ആ തണ്ടിൽ കൂടി താഴെ ചെന്നപ്പോഴും വെള്ളം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അതിൽ കൂടി തന്നെ തിരിച്ചു മേടി വന്നു. അപ്പോൾ വേറൊരു തണ്ടുണ്ട്. ഈ താമരക്കകത്തും നിറച്ച് നാളങ്ങളാണ്. ഓരോ നാളത്തിൽ കൂടിയും ബ്രഹ്മാവ് ഇങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഇതിൻ്റെ ഉൽപ്പത്തി കണ്ടെത്താൻ പറ്റില്ല. എവിടെ നിന്നാണ്? ഒരു പിടിയില്ല. അപ്പോൾ ഇനിയും കണ്ടുപിടിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് സ്വസ്ഥനായിട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം കാട്ടിൽ കൂടി ഒരു ശബ്ദം, ഇങ്ങനെ കാറ്റടിച്ചു വരുന്നുണ്ട്. ആ കാട്ടിൽ കൂടി ഒരു ശബ്ദം ഇങ്ങനെ വരുന്നു. എന്താണ്? തപ തപ എന്ന്. ആ ശബ്ദത്തിന് തിരിച്ചറിഞ്ഞ വാക്ക് തപ തപ. എന്താ അർത്ഥം? തപസ് ചെയ്യൂ. ഓ, ഇത് എവിടുന്ന് ആരാ പറഞ്ഞതെന്നറിയില്ല, എന്തായാലും കേട്ടു തപസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? തപസ്സിന് പുറപ്പെട്ടു. ബ്രഹ്മാവ് അവിടെ നിന്ന് കുറേ വർഷങ്ങളോളം തപസ് ചെയ്തു. തപസ്സിൻ്റെ ഒരു സമാധ്യാവസ്ഥയിൽ എത്തിയപ്പോൾ വൈകുണ്ഠ സ്വരൂപിയായ മഹാവിഷ്ണുവിനെ പാൽക്കടൽ അങ്ങനെ കിടക്കുന്നു. അനന്തൻ്റെ പുറത്ത് ശംഖുചക്രങ്ങൾ ധരിച്ച് ആ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമര, ആ താമരയ്ക്കകത്ത് ഞാൻ, ആര്? ബ്രഹ്മാവ്. ഇത്രയും കണ്ടു. ഓ, ഉത്തരം കിട്ടി. എവിടുന്നാ വന്നേ? ഞാൻ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന്. ഇതൊന്നും അറിയാനായിരുന്നു. എങ്ങനെ അറിയും?
എവിടുന്നാലും ഉൽപ്പത്തി എന്നറിയണ്ടേ? അപ്പോൾ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുമാണ് ഈ താമര ഉണ്ടായതെന്ന് ഉറപ്പായി. ഓ, സമാധാനമായി, തൻ്റെ ഉൽപ്പത്തി സ്ഥാനം കണ്ടുപിടിച്ചല്ലോ. അപ്പം എന്താണ് ഭഗവാൻ പറഞ്ഞു, എൻ്റെ നാഭിയിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ്. ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചത്തിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 അവസ്ഥകളുണ്ട്. സ്ഥൂലം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും, അത് വളരെ വലുതാണ്. അതിൻ്റെ അകത്ത് ഈ പ്രപഞ്ചം ഇല്ലാതായി തീരുമ്പോൾ ഇതെല്ലാം അണുസ്വരൂപത്തിൽ സൂക്ഷ്മമായി നിലനിൽക്കും. ഈ നിൽക്കുന്ന ആൽമരം, ഈ ആൽമരം നിലനിൽക്കുന്നത് അതിനകത്തൊരു ചെറിയ തരിയുള്ള അരിയുണ്ട്. ആ അരിയിലാണ്, അതിലാണ്. അപ്പം അതിൻ്റെ അരിയിലാണ് എന്ത് നിൽക്കുന്നത്? ഈ വലിയ ആൽമരം മുഴുവൻ നോക്കുള്ളൂ. ഒരു ചെറിയ കടുകുമണി പോലെയുള്ള അരിക്കകത്താണ് എന്ത് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. അപ്പം എന്ത് ചെയ്തു? ഈ ആൽമരം ഒരു ചെറിയ അണുസ്വരൂപത്തിലായി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും അണുപ്രായത്തിലാക്കി സൂക്ഷ്മമായി. ആ സൂക്ഷ്മമായ അണു എല്ലാം കൂടി ചേർന്ന ഒരു പരമാണു സ്വരൂപത്തിൽ ഒരു ചെറിയ കടുക് പോലെ ഭഗവാന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും സൃഷ്ടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? വീണ്ടും സൃഷ്ടിക്കാം. അപ്പൊ അങ്ങനെ ഇതിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാൻ യോഗനിദ്രയിൽ അങ്ങനെ അധിഷ്ഠിതനായപ്പോഴാണ് യോഗമായ ദേവി തൻ്റെ കണ്ണിൽ പ്രവേശിച്ച് തന്നെ ഉണർത്തിയിട്ട് എന്ത് ചെയ്തു? സൃഷ്ടിക്കാൻ സമയമായി എന്നാവശ്യപ്പെട്ടു. കാലം ഉണർത്തിയെടുത്തു. അങ്ങനെ ഭഗവാൻ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇനിയും എന്താണ്? എൻ്റെ ഉള്ളിലുള്ള ഈ കാരണസ്വരൂപമായ വസ്തുക്കളെ സൂക്ഷ്മങ്ങളാക്കിയിട്ട് അത് സ്ഥൂലമാക്കി പ്രപഞ്ചത്തിൽ പരത്തിക്കൊള്ളു. ഒന്നും പുത്തനായിട്ടുണ്ടാകണ്ട, എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. പുതിയൊരു സാധനമില്ല, എല്ലാം ഇവിടെ ഉള്ളതാണ്. ഉള്ളതിനെ ചെയ്താൽ മതി, വലുതാക്കി സൃഷ്ടിച്ചാൽ മാത്രം. സമ്മതിച്ചു ബ്രഹ്മാവ്. പക്ഷേ ബ്രഹ്മ ഒരു കാര്യം പറഞ്ഞു, ഇത് സൃഷ്ടിക്കാനുള്ള അറിവ് എനിക്ക് വേണ്ടേ? ഇത് ഓരോന്നും ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള അറിവ് വേണ്ടേ? മനുഷ്യനെ ഉണ്ടാക്കണം. മനുഷ്യനെ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ്? കൊതുകിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കൊതുകിനെ ഉണ്ടാക്കുന്ന പോലെ ഉറുമ്പിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? കോടിക്കണക്കിന് ജീവജാലങ്ങളാണ്. ഇവരെയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ അതിനുള്ള അറിവ് എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. ഓ, ശരി, ആയിക്കോട്ടെ, എല്ലാ അറിവും കിട്ടിയിരിക്കുന്നു. മനസ്സുകൊണ്ട് ധ്യാനിച്ചോളൂ. എന്തിന് സ്വരൂപം വേണമെങ്കിലും ഉള്ളിൽ വരും. മനുഷ്യന് സൃഷ്ടിക്കണമെന്ന് ഒരു മനുഷ്യ സ്വരൂപം നിന്റെ ഉള്ളിൽ തെളിയും. അപ്പം നിനക്ക് അതനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിക്കാം. ഇങ്ങനെ എന്തിനേയും സൃഷ്ടിക്കാം. അത് സമ്മതിച്ചു. അപ്പം ഇനിയും വേണ്ടത്, ഇങ്ങനെ സൃഷ്ടിച്ച ഒരു വസ്തുവിനോടും എനിക്ക് ബന്ധനം ഉണ്ടാകരുത്. ആ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഞാൻ കോടിക്കണക്കിന് വസ്തുക്കളെ സൃഷ്ടിച്ചാൽ എൻ്റെ മക്കളല്ലേ? എൻ്റെ മക്കൾ എനിക്ക് അവരോടൊരു അടുപ്പം, ഒരു ചേർച്ച, മമതാബന്ധം ഉണ്ടായാൽ എത്ര പേരാണ്? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ബന്ധം എനിക്കുണ്ടാകരുത്. ബന്ധനമാവരുത്. നമ്മൾക്ക് ബന്ധങ്ങളൊക്കെ എന്താണ്? ബന്ധനങ്ങളാണ്. ഏത് ബന്ധം ഉണ്ടായാലും എന്താവും? കെട്ടാവും. അല്ലേ? അച്ഛൻ കെട്ടാണ്, അമ്മ കെട്ടാണ്. സൃഷ്ടിച്ചു, നന്നായി. കുറച്ച് കഴിയുമ്പം പിന്നെ എന്താണ്? എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്നാണ് ഇത് മനസ്സിലായത്. കാരണം എന്താണ്? അഴിക്കാൻ മേലാത്തൊരു കെട്ടാണ്. ഭാര്യ എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ്, മക്കൾ എങ്ങനെയാണ്, ബന്ധുക്കൾ എങ്ങനെയാണ്, വീട്, ധനം, സമ്പത്ത് എല്ലാം നമുക്ക് എന്താണ്? കെട്ടുകളാണ്. അതുകൊണ്ടാണ് എടുത്തെത്തി കെട്ടുകളായതു കർമ്മം പുരുഷന് കെട്ടുകളട്ടെ മുക്തി വരൂ ദൃഢം. എത്ര കെട്ടാ ഒരു ദിവസം കെട്ടിയിരുന്നേ. ഇന്ന് വഴി ഇറങ്ങിയപ്പോൾ എന്താണ്? പുതിയൊരാളെ കണ്ടു. വീടും പേരും നാട്ടുപേരൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു, നല്ല മനുഷ്യൻ കൊള്ളാം. അതിനുമായിട്ട് എന്ത് ചെയ്തു? ഒരു കെട്ട്. നാളെ വേറെ ആളായിട്ട് കണ്ടു, മറ്റൊരു കെട്ട്. ഈ കെട്ടുകൾ കൂടി കടുങ്കെട്ടുകളാവുക. അഴിക്കാൻ പറ്റത്തില്ല. ഈ കെട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ഒന്ന് നമ്മെ കെട്ടാൻ സമ്മതിക്കരുത്. ബന്ധുക്കൾ ബന്ധുവായിട്ട് നിൽക്കണം, ബന്ധനാകരുത്. നമുക്ക് തിരിച്ചാകും. എല്ലാം എന്താവും? കെട്ടാവും. കെട്ടായാൽ പിന്നെ അഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ സകല സൃഷ്ടിച്ച വസ്തുക്കളും എനിക്ക് ബന്ധനത്തിന് കാരണമാവരുത്. നമുക്ക് ഒന്നും ഒരു മുറിയും രണ്ടും ഒക്കെ ഉള്ളൂ പിള്ളേരെ.
അവരോടുള്ള ബന്ധനം നമുക്കറിയാം. എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും? പറ്റില്ല. മക്കളെ, കൊച്ചുമക്കളെ, കുടുംബം, വീട്, അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ വിചാരം. കാരണം എന്താണ്? കെട്ടി തളച്ചിട്ടിരിക്കുകയാണ്, ബന്ധനമാണ്. ബ്രഹ്മാവ് നമുക്കിത്രയേ ഉള്ളൂ. ബ്രഹ്മാവിനോ കോടിക്കണക്കിന് ആൾക്കാരെ സൃഷ്ടിക്കുന്നത്. ഇവരോടെല്ലാം എനിക്ക് എൻ്റെ എന്നുള്ള വിചാരം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് രണ്ടാമത്തെ വരം ഇവരോടുള്ള ബന്ധനത്തിൽ നിന്ന് എന്നെ മുക്തനാക്കണം. ശരി, ഇതും തന്നിരിക്കുന്നു, ഈ സൃഷ്ടികളാണ്. ഇങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ ഈ സൃഷ്ടിച്ച ജീവജാലങ്ങൾ ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. മനസ്സിലായി? അങ്ങനെ ഭഗവാനിൽ നിന്നും സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്ക് മുമ്പ് ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരാരിലായിരുന്നു? ഇവരുടെ സ്വരൂപം എന്താണ്? ഇനി ഇവരെന്ത് ചെയ്യും? ഞാൻ സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ ഒടുവിലെത്തി ചെയ്യും, എവിടേക്ക് പോകും? ഇത് ആരിലാണ് ലയിക്കുന്നത്? കുറേ സംശയം എൻ്റെ ഉള്ളിലുണ്ട്. അതിന് മറുപടി കിട്ടിയാൽ കൊള്ളാം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇതിന് മറുപടിയായിട്ടാണ് 4 ശ്ലോകത്തിൽ ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം അഹമേവാം ആഫമേവാഗ്രേ നാന്യത് യത് ഫദഫത് പരം പശ്ചാദഹം യദച്ച യോ അവശിഷ്യേതഫുസ്മ്യഹം. അഹമേവ ആഫം, ഞാനാണ് ആദ്യം ഉണ്ടായത്. ആര്? ഭഗവാൻ മാത്രം. അഗ്രേ, ആദ്യം. അന്യത്, ഒന്നും ഉണ്ടായിരുന്നില്ല. ഫത്, അഫത്ത്, പരം. ഫത്തിൽ നിന്നും അഫത്തിൽ നിന്നും അപ്പുറത്തായിട്ട് ഒന്നുമില്ല. നാരായണീയം ഇത് വ്യക്തമാക്കി പറയും ഒരു ശ്ലോകത്തിൽ. വ്യക്താവൂ വ്യക്തമിതെന്ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായം ഗുണ സംയരുദ്ധകൃതോ തുയ്യാഗതായം ലയം നോ മൃത്യുശ്ച തദാ അമൃതഞ്ച സമഭൂത് നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാം. അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന ഒരു വസ്തുവും എന്താണ്? സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. വ്യക്ത അവ്യക്തം ഇതെന്ന കിഞ്ചിത് അഭവത് നോ മൃത്യുഷ്ഠത അമൃതഞ്ച, മൃത്യുവില്ല, അമൃതവുമില്ല. ഇതൊന്നുമില്ലാതെ ഇതെല്ലാം സമമായിരിക്കുമ്പോൾ ഞാൻ മാത്രം ഒരു പ്രകാശസ്വരൂപനായി ആദ്യം ഉണ്ടായിരുന്നു. ഒരു പ്രകാശം മാത്രമേ, എൻ്റെ രൂപമില്ല. ആദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അഹമേവ ആഫമേവ അഗ്രേ അന്യത് യത് ഫത് അഫത്ത് പരം. ഫത്തും അഫത്തും. എന്താണ് ഫത്ത്? ഈശ്വരൻ. അഫത്ത് എന്താണ്? നമ്മളൊക്കെ അല്ലേ? നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്ന അഫത്ത് തന്നെ വിളിക്കുന്നത് അല്ലേ? അഫത്തുകൾ എന്താർത്ഥം? ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാത്തതേതർത്ഥം. ഫത്ത് അല്ലാത്തതൊക്കെ എന്താണ്? അഫത്ത്. ഫത്ത് ആരാണ്? സത്യം, ഈശ്വരൻ. ഫത്ത് ഉള്ളതാണ് സത്യം. ഭാഗവതം ആരംഭിക്കുന്നത് ഈ സത്യത്തെ കാണിച്ചുകൊണ്ടാണ്. സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര സത്തയുണ്ട്, അതാണ് സത്യം. ബാക്കിയെല്ലാം എന്താണ്? അസത്തുകൾ. ഈ കാണുന്ന സമസ്ത ജീവജാലങ്ങൾ. അതെന്താണ്? ഉണ്ടായി പറയുന്ന ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സ്ഥിരമായി നിൽക്കത്തില്ല. ഉണ്ടായി പറയുന്നത് സ്ഥിരമായി നിൽക്കാത്തത് അസത്താണ്, അസത്യമാണ്. സത്യമാണെങ്കിൽ എന്ത് ചെയ്യും? എന്നും നിൽക്കും, ഒന്നേ ഉണ്ടാവുള്ളൂ. അസത്തുകൾ അനേകമുണ്ട്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന്. അപ്പം നമ്മളൊക്കെ എന്തായി? അസത്തുകളായി പ്രപഞ്ചം മുഴുവൻ. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഫത് അസത് പരം, രണ്ടിനും അപ്പുറത്തായിട്ട് പശ്ചാദഹം യത് ഏതച്ച യോ അവശിഷ്യേത സോസ്പ്യഹം. ഇനി ഇതിന് ശേഷവും എന്താണ്? ഒരു കൽപ്പാന്ത പ്രളയത്തിൽ ഇതെല്ലാം ലയിച്ച് എന്നിലേക്ക് ശേഷിക്കുമ്പോഴും ഞാൻ മാത്രമേ ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്നു ഞാനാണ്, ഇപ്പോൾ ഉള്ളത് ഞാനാണ്, ഇനിയും വരാൻ നിലനിൽക്കുന്നതും ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണ്? ഏകമായ ഒരു സത്യം, ഒരു ബ്രഹ്മം, ഒരു പരമാത്മാവ്, ഒരു ഈശ്വരൻ, ഒരു പരമാത്മ ചൈതന്യം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയെല്ലാം അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പ്രതിസ്ഫുരണങ്ങൾ മാത്രമാണ്. ഇതാണ് ആത്മാവിൻ്റെ സത്ത എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്രഹ്മാവിനെയൊക്കെ അനുഗ്രഹിച്ചു, ആശീർവാദങ്ങൾ കൊടുത്തു. അതിനുശേഷം ഈ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന വസ്തുക്കളൊന്നും നിലനിൽക്കുന്നതല്ല, ശാശ്വതമല്ല. ഉള്ള വസ്തു ഞാനേ ഉണ്ടായിരുന്നുള്ളൂ.
ആ ഞാനാകട്ടെ എന്നും ഉണ്ടായതാണ് എന്ന് സൃഷ്ടിക്ക് മുമ്പും പിമ്പും ഉള്ള എനിക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല. എത്ര വസ്തുക്കൾ എന്നെ ആശ്രയിച്ചിരിക്കുന്നു, എനിക്ക് ആരുമായിട്ട് എന്തില്ല, ഒരു ബന്ധമില്ല. ഇതേപോലെ നമ്മളൊക്കെയും ഈ ആത്മസ്വരൂപരായ ഈശ്വര അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മുടെ ഉള്ളിലുള്ളത് ആത്മസ്വരൂപമായ ഈശ്വരനാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വിപീർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനീം തദ്വിദ്യാതാത്മനോമായാം യഥാ അഭാസോ യഥാതമ. ഇത് അർത്ഥം പ്രതീയേത, അർത്ഥങ്ങളൊന്നുമില്ലാതെ പ്രതീയേത കാണപ്പെടുന്നത്. ഇത് അർത്ഥം പ്രതീയേത, ഈ പദാർത്ഥങ്ങളൊന്നും വാസ്തവത്തിൽ ഞാനല്ല. പക്ഷെ ഇതിനകത്തൊക്കെ ആരുണ്ട്? ഞാനുണ്ട്. ഈ കാണുന്ന സമസ്ത പദാർത്ഥവും ആരല്ല? ഞാനല്ല. പക്ഷെ ഇതിനകത്തൊക്കെ ആരുണ്ട്? ഞാനുണ്ട്. എല്ലാറ്റിലും ആരുണ്ട്? ഞാനുണ്ട്. അതെങ്ങനെ അറിയാം? ഞാനെന്ന് പറയുന്ന ഈ ശരീരത്തിനുള്ള ആരുണ്ട്? ഈശ്വരനുണ്ട്. എല്ലാവരുടെയും ഉള്ള ആരുണ്ട്? ഈശ്വരനുണ്ട്. ഈശ്വര ഹൃദയശ അർജുന തിഷ്ഠതി എന്ന് ഗീതയിൽ പറയും. സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ ആരുണ്ട്? ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യവഹരിക്കുന്നത്. അപ്പം ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നിടത്തെ ഇന്നാരാണെന്ന് മേൽദാസം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതോടെ നമ്മുടെ മേൽദാസം കഴിഞ്ഞു. അതല്ല ഞാൻ ഈ ശരീരം അല്ല. ഈ ശരീരം എൻ്റെ ശരീരമാണ്, ഞാനല്ല. ഈ ശരീരത്തിൽ കാണുന്ന അവയവങ്ങളൊക്കെ എൻ്റെ അവയവമാണ്. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചെവി, ഇതൊക്കെ എൻ്റേതാണ്. ആരല്ല? ഞാനല്ല. അപ്പം ഈ ശരീരം ഞാനല്ല. ഈ ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ആരല്ല? ഞാനല്ല. ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന മനസ്സാണ്. മനസ്സും ഞാനല്ല. എൻ്റെ മനസ്സ് എന്ന് പറയാറുള്ളൂ. എനിക്ക് മനസ്സില്ല, എൻ്റെ മനസ്സിന് ബലമില്ല, എൻ്റെ മനസ്സിനെ കട്ടിയില്ല, ഞാൻ മനസ്സല്ല. പിന്നെയുള്ള ആരാണ്? ബുദ്ധി. അതാണോ ഞാൻ? അല്ല. എനിക്ക് ബുദ്ധിയില്ല, എൻ്റെ ബുദ്ധിയൊന്നും അവിടെ ഭരിച്ചില്ല, എൻ്റെ ബുദ്ധിക്ക് കഴിവില്ല. ഇതൊന്നും ബുദ്ധി ആരല്ല? ഞാനല്ല. അപ്പം എന്താണ്? ശരീരം ഞാനല്ല, ഇന്ദ്രിയം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. ഇനി ആകെപ്പാടെയുള്ളത് എന്താണ്? ജീവൻ. അത് ഞാനല്ലേ? അല്ല. ജീവൻ പോയാൽ ഞാൻ തരില്ല എന്ന് പറയാറില്ലേ? എൻ്റെ ജീവൻ പോയാലും ഞാൻ തരില്ല. അപ്പം ജീവൻ ആരുടെയാണ്? എൻ്റേതാണ്. ഞാൻ ആരല്ല? ജീവനുമല്ല. അപ്പൊ ഈ ജീവൻ എന്ന സ്വരൂപത്തിൽ കാണപ്പെടുന്ന ഇതൊന്നും ആരല്ല? ഞാനല്ല എന്ന് നമ്മൾ എന്നും പറയും, എല്ലാ ദിവസവും പറയും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൊണ്ട് ഘടിപ്പിക്കുന്ന ഒരു ഞാനുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ഈ ജീവനും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയവും ശരീരവും ഒക്കെ ഘടിപ്പിക്കുന്ന ഒരു ഞാനുണ്ട്. ആ ഞാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ഞാൻ ഒരു മാറ്റവും ഉണ്ടാവില്ല. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കുട്ടി, ഞാൻ ബാലൻ എന്ന് ഞാൻ പറയും. ഇത്തിരി വലുതാകുമ്പോൾ ഞാൻ യുവാവ് എന്ന് പറയും. അപ്പോഴും ഈ ഞാൻ എന്നുള്ളത് മാറ്റം വരുമോ? ഇല്ല. ഈ കുട്ടിത്തം മാറിയിട്ട് ഞാൻ ആരാകുന്നു? യുവാവാകുന്നു. മാറ്റം വന്നു. എൻ്റെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകും. അവയവങ്ങളൊക്കെ മുഴുത്ത് വലുതാകും. അതിനൊക്കെ എന്തുണ്ടാകും? മാറ്റങ്ങളുണ്ടാകും. പിന്നെന്താണ്? ശ്മശ്രുക്കൾ, മീശ ഉണ്ടാകും. പിന്നില്ലെങ്കിൽ താടി ഉണ്ടാകും. മുടിയൊക്കെ ധാരാളം വളരും. നഖങ്ങളൊക്കെ വളർന്ന് വലുതാകും. മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ എന്ന് വിളിക്കുന്നത് അപ്പോഴും ഒരാളെ തന്നെ ഇല്ലേ? ഈ ബാല്യത്തിൽ കണ്ട ഞാൻ തന്നെയാണ് ഇവിടെ യൗവനത്തിൽ. കുറച്ചുകൂടെ കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തുമ്പോഴോ ആ ഞാൻ തന്നെയല്ലേ? എനിക്ക് മാറ്റമുണ്ടോ? ഇല്ല. ഈ മൂന്നവസ്ഥയിലും ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ അനശ്വരമായി എല്ലാ അവസ്ഥയിലും മാറാതെ നിലനിൽക്കുന്ന ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. ബാല്യത്തിൽ മാറില്ല, യൗവനത്തിൽ മാറില്ല, എന്താണ്? വാർദ്ധക്യത്തിൽ മാറില്ല. ഇനി വാർദ്ധക്യം കഴിയുമ്പോൾ എന്താണ്? ഞാനുണ്ടാകും, പക്ഷെ ശരീരം കാണത്തില്ല. ഞാൻ എന്ത് ചെയ്യും? മരിക്കുന്നു. ഞാൻ മരിച്ചു പോയി എന്നല്ലേ പറയൂ. അദ്ദേഹം മരിച്ചു എന്ന് മാത്രം പറയത്തില്ല, മരിച്ചു പോയി. അപ്പം എന്താണ്? മരണം ഒരു വികാരമാണ്, ഒരു മാറ്റമാണ്. ഏതുപോലെ ബാല്യം കഴിഞ്ഞ് കൗമാരം, കൗമാരത്തിൽ നിന്ന് യൗവനം, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യം, വാർദ്ധക്യത്തിൽ നിന്ന് മരണം. അത്രയുള്ളൂ. ഇതെല്ലാവർക്കും ഉണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല.
പക്ഷെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തെ കിടക്കുമ്പോൾ ആരും ഇത് കരയാറില്ലല്ലോ. അയ്യോ എൻ്റെ ബാല്യം മുഴുവൻ പോയി, ഞാൻ കുമാരനായി പോയി. കരഞ്ഞിട്ട് കാര്യമില്ല. കൗമാരാവസ്ഥയിൽ യൗവനത്തിലേക്ക് കിടക്കുമ്പോൾ ആരെങ്കിലും കരയുമോ? ഇല്ല. കരഞ്ഞിട്ടും കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴോ കരയാറില്ല, പക്ഷെ സങ്കടമാണ്. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. ആ വാർദ്ധക്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പല വഴികളും കണ്ടുപിടിച്ച് പല വഴികളും പോയി കുറച്ചാണൊക്കെ ചെയ്ത് വെക്കും. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വരിക തന്നെ ചെയ്യും. അപ്പോഴും നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യും? വരും. ഈ വാർദ്ധക്യം കഴിഞ്ഞാൽ എന്തുണ്ടാകും? മരണവും വരും. അപ്പം ഈ മരണത്തിൽ മാത്രം വിലപിക്കുന്നു, ബാക്കിയൊന്നും എന്ത് ചെയ്യുന്നില്ല? വിലപിക്കുന്നില്ല. അത് കഷ്ടമല്ലേ? വിലപിക്കുന്നത് എന്ത് ചെയ്യണം? എല്ലാ സമയത്തും കരയണം. അതില്ല. എന്തിലേ ഉള്ളൂ? മരണത്തിൽ മാത്രം. എന്ത് പക്ഷഭേദമാണ്! അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് കരയേണ്ട അവസ്ഥയല്ല. ഏത്? മരണം. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ സമസ്ത ജീവിതജാലങ്ങൾക്കുണ്ട്. അപ്പം എന്താണ്? ഒരിടത്തും ഒരു മാറ്റവും ഉണ്ടാകാതെ നമ്മുടെ ശരീരം വണ്ണിക്കുന്നു, ശരീരം എന്താകുന്നു? വിഷമാകുന്നു, ക്ഷീണിക്കുന്നു, വലുതാകുന്നു. അപ്പോഴൊക്കെ അത് തന്നെയാണ് ഞാൻ തന്നെയല്ലേ? എത്ര ശരീരം വണ്ണിച്ചാലും ആരാണ്? ഞാൻ. ഇല്ലേ? എനിക്ക് വണ്ണം കൂടി, എനിക്ക് വണ്ണം കുറഞ്ഞു, ഞാൻ കൃഷനായി, ഇവിടെയൊക്കെ വരുമ്പോഴും ഈ കാർഷ്യാദികളായ സ്വഭാവം ആരെ ബാധിക്കത്തുള്ളൂ? ശരീരത്തിനെ ബാധിക്കത്തുള്ളൂ. ആരെ ബാധിക്കത്തില്ല? ഞാൻ എന്ന ആത്മസത്തെ ബാധിക്കില്ല. ഞാൻ ഒരു മാറ്റവും ഉണ്ടാവില്ല. എത്ര വളർന്നു തടിച്ചാലും എത്ര ക്ഷീണിച്ചാലും ഞാൻ എന്നല്ലേ പറയൂ. അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ ഞാനെന്ന് പറയുന്ന ആത്മസത്ത വളരുകയില്ല, വലുതാവുകയില്ല, ക്ഷീണിക്കുകയില്ല, ഒന്നും ഉണ്ടാവില്ല. ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കൂടെയുണ്ട്. എവിടെ വരെ? മരിക്കുന്നുണ്ട്. മരിക്കുമ്പോഴോ അത് പോകും, ഇല്ലേ? മരിച്ചു പോയി. അപ്പം ഞാനെന്ന ആത്മസത്ത എന്ന് വിട്ടു, ഇവിടുന്ന് പോയി. എന്താണ്? ഇവിടെ പുറത്തു കിടന്നു. ഞാൻ 5 കൂടിച്ചേർന്ന പഞ്ചഭൂതങ്ങളുടെ പുഞ്ചീകൃതമായ അവസ്ഥയാണ് ഞാൻ മരിക്കുമ്പോൾ എന്നിലുള്ള ജലാംശം പ്രപഞ്ചത്തിൻ്റെ ജലത്തിലേക്ക് ലയിക്കും, എന്നിലുള്ള അഗ്നി പ്രപഞ്ചത്തിലെ അഗ്നിയിലേക്ക് ചേരും, എന്നിലുള്ള വായു പ്രപഞ്ചത്തിലെ വായുവിലേക്ക് ലയിക്കും, എന്നിലുള്ള പൃഥ്വി മണ്ണായിട്ട് ഇവിടെ അവശേഷിക്കും. ഞാൻ എന്ത് ചെയ്തു? 5 ആയി തീർന്നു. എൻ്റെ പ്രാണൻ ഈ പ്രപഞ്ചത്തിലെ പ്രാണനിലേക്ക് ലയിച്ചു. ഇതല്ലേ മരണം? ഞാനിവിടെ പോയി, ഇവിടുണ്ട്, ഞാനെങ്ങും പോയിട്ടില്ല. മരണം എന്നുള്ളൊരു വികാരം സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഇതാണ് സത്യം. പക്ഷേ നമ്മൾ ഈ സത്യം തിരിച്ചറിയാറ്. അപ്പോൾ എന്താണ്? എനിക്ക് മരണം ഇല്ല. ബസ്സിൽ കയറിയിരുന്നു. ബസ് കുറേ ദൂരം സഞ്ചരിച്ച് മുമ്പോട്ട് പോയി. കുറേ ചെന്നപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞു, ഇനി ഈ ബസ് പോവില്ല. എന്താണ്? ബസ് കേടായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? യാത്രക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്കാണ്. ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചാൽ പറ്റുമോ? ഈ ശരീരം ഒരു ബസ് പോലൊരു വാഹനമാണ്. ആരെ കൊണ്ടുവന്ന്? എന്നെ വഹിച്ചു കൊണ്ടുവന്ന വാഹനമാണ്. ആ വാഹനം ഇടയ്ക്ക് എന്ത് ചെയ്തു? കേടായപ്പം ബുദ്ധി എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, അയാളുടെ പേരാണ് ബുദ്ധിയാണല്ലോ ഡ്രൈവർ, നിയന്ത്രിച്ചു കൊണ്ടുവന്നത്. അയാൾ പറഞ്ഞു, എല്ലാവരും ഇറങ്ങി പുറത്തു നിന്നോളൂ, ഇനി ഈ വണ്ടി പോവില്ല, കേടായി. ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ശരീരത്തിൽ ഞാൻ ഇറങ്ങി പുറത്തു വന്നു. ഇതിന് പേരാണ് മരണം എന്ന്. പുറത്ത് നിന്ന് അടുത്ത് വന്ന വണ്ടിക്ക് കൈ കാണിച്ച് ഞാൻ നിർത്തി എന്ത് ചെയ്തു? അതിൽ കയറി പോയി. പിന്നെ ഞാൻ കുറേ കാലം എന്തായി? വേറൊരു വണ്ടിയിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പം അവിടുത്തെ ബുദ്ധി എന്ന ഡ്രൈവർ പറഞ്ഞു, ഇറങ്ങിക്കോളൂ, ഇനി ഈ വണ്ടി പോവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? വേറൊരു വണ്ടിയിൽ കയറി. എനിക്ക് മരണം ഇല്ല. ഞാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്നവനാണ്. ഞാനെന്ന ഭാവം ഇത് തോന്നൈക വേണമിഹ, തോന്നുന്നതാകൽ അഖിലം ഞാനിതെന്ന വഴി. എടുത്തതിന് എന്ത് ഭംഗിയായിട്ട് പറഞ്ഞു. ഞാനെന്ന ഭാവം തോന്നുകയാണെങ്കിൽ അഖിലം ഞാൻ. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഞാനെന്ന ആത്മസത്ത മാത്രമേ ഉള്ളൂ. അതാണ് സത്ത്. അതെന്തിൻ്റെ? പ്രപഞ്ചത്തിൽ മുഴുവൻ സമ്പൂർണ്ണമായിട്ടും അവിടെ നിറഞ്ഞു നിൽക്കാൻ. അപ്പം ഇതേ അർത്ഥം യത് പ്രതീയതേ ന പ്രതീയത ആത്മനി. എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഉള്ളിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ ആത്മസ്വരൂപനായ ഈശ്വര സത്ത അനുഭവിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം അതാ. അനുഭവിക്കണ്ടേ? ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അപ്പൊ ഇതിന്റെ അംശം ആർക്ക് കിട്ടണ്ടേ? ഈശ്വരന് കിട്ടണ്ടേ. അതാണ് പറഞ്ഞത്. എന്താണ്? ന പ്രതീയത ആത്മനി പ്രതീയത. കാണപ്പെടുകയും ചെയ്യും, കാണാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കാണാം, പക്ഷെ എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എന്നെ ഒന്നും ബാധിക്കത്തില്ല. എൻ്റെ പ്രചോദനം കൊണ്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ത് ചെയ്യത്തില്ല? എന്നെ ബാധിക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് എന്ത് ചെയ്യത്തില്ല? എന്നെ ബാധിക്കത്തില്ല. ന പ്രതീയത, കാണപ്പെടത്തുമില്ല.
എല്ലാ വസ്തുവിലും ഞാനുണ്ട്, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഓരോ പ്രവൃത്തിയും നിങ്ങളെ ബാധിക്കും, എന്നെ ബാധിക്കത്തില്ല. ഇതാണ് ഈ കാണുന്ന ഫാനിൽ കൂടെയും ഈ കാണുന്ന മൈക്കിലൂടെയും ലൈറ്റിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഇങ്ങനെ പ്രവഹിച്ചു പോകുന്നുണ്ട്. അതിനൊരു മാറ്റമില്ല, അത് പൊക്കോണ്ടേ. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലഗ് കുത്തി എന്ത് ചെയ്യാം? ഒരു ബൾബ് എടുത്ത് കത്തിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം എന്ത്? അതിൻ്റെ അകത്തുണ്ട്. കറണ്ട് ഉണ്ടായിട്ടും ഈ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കറണ്ടിന് കുഴപ്പമാണ്? അല്ല, കറണ്ടുണ്ട്, മൈക്ക് വർക്ക് ചെയ്തില്ല. അപ്പോൾ എന്താ കുഴപ്പം? മൈക്കിൻ്റെ തകരാറ്, എക്വിപ്മെൻറ്റിൻ്റെ തകരാറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നന്നാക്കണം. ആരെ പഴി പറയരുത്? കറണ്ടിനെ പറയരുത്. കറണ്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. റേഡിയോയും ടി വിയും വർക്ക് ചെയ്യാത്തത് കറണ്ട് ഉണ്ടായിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ കേടായി, കണ്ടൻസർ കേടായി, എന്തൊക്കെ കേടായിട്ടുണ്ട്. എന്ത് ചെയ്യണം? നന്നാക്കണം. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ് കേടാകുന്നത്. ആരല്ല? ഈശ്വരനെ ഇത് ബാധിക്കത്തില്ല. ഈ കറണ്ട് എന്ത് ചെയ്യത്തില്ല? ഈ മൈക്കിനകത്തുള്ള ഒരു ഉപകരണത്തെ എന്ത് ചെയ്യത്തില്ല? ബാധിക്കില്ല. ഇത് നന്നാക്കി വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നന്നാക്കിയതിന് അങ്ങില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ആരെ ബാധിക്കത്തില്ല? എൻ്റെ ഉള്ളിലുള്ള ഈശ്വര സത്തയെ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മവും എന്ത് ചെയ്യത്തില്ല? അതിനെ ബാധിക്കത്തില്ല. തദ്വിദ്യ അത് ആത്മനവുമായ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ മായ. ഞാൻ ഈ മായ കൊണ്ട് ഒന്നിലും എന്ത് ചെയ്യത്തില്ല? അടുക്കത്തില്ല. മായ എന്ന് പറയുന്ന ഒരു മറ കൊണ്ട് യഥാ ആഭാസോ യഥാ തമ. ആഭാസം എന്ന് കേട്ടാൽ മലയാളത്തിൽ വേറെ അർത്ഥമാണ്, സംസ്കൃതത്തിൽ അതല്ല. ആഭാസം എന്ന് വാക്കിന് അർത്ഥം അങ്ങ് വരെ ഭാസിക്കുന്ന, ശോഭിക്കുന്ന, വെട്ടിത്തിറങ്ങുന്ന അർത്ഥം. ഇപ്പം ഒരു കണ്ണാടി നമ്മുടെ പ്രതിബിംബം കാണാം. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ പ്രതിബിംബം അതുപോലെ കാണാം. നമ്മൾ ചിരിച്ചാൽ എന്ത് ചെയ്യും? അതും ചിരിക്കും. നമ്മൾ കരഞ്ഞാൽ അതും കരയും. നമ്മൾ കൈവയ്ക്കാൻ അത് കൈവയ്ക്കും. എല്ലാ ചേഷ്ടകളും ചെയ്യും, എല്ലാ പ്രവൃത്തിയും ചെയ്യും. പക്ഷേ ഈ പ്രതിബിംബത്തിന് എന്തില്ല? ജീവനില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്തിനു മാത്രമേ ഉള്ളൂ? ബിംബത്തിന് മാത്രമേ ജീവനുള്ളൂ. ഈ പ്രതിബിംബത്തിൽ ഒരു പൊട്ട് തുറണം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? എവിടെ പൊട്ട് തൊട്ടത്? എൻ്റെ നെറ്റിക്ക് പൊട്ട് തൊട്ടാൽ ആ പൊട്ട എവിടെ കാണാം? പ്രതിബിംബത്തിൽ കാണാം. അല്ലാതെ കണ്ട് ഈ പ്രതിബിംബത്തിൽ എനിക്കൊരു പൊട്ട് കുത്തണം എന്ന് വിചാരിച്ചാൽ ആരെങ്കിലും പൊട്ട് കൊണ്ട് പ്രതിബിംബത്തിൽ നേരെ കുത്താൻ പറ്റുമോ? ഇല്ല, അവിടെ കാണില്ല. എന്നിലുള്ളത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്നത്. ഞാൻ യഥാർത്ഥ ബിംബവും ബാക്കിയെല്ലാം എന്താണ്? പ്രതിബിംബവും. ഈ പ്രതിബിംബം തന്നെയാണ് ആഭാസം എന്ന പേര് പറഞ്ഞത്. യഥാ ആഭാസ. നമ്മളൊക്കെ ഈശ്വരൻ്റെ പ്രതിബിംബങ്ങളാണ്. ഈശ്വരനിലുള്ളതാണ് നമ്മിലുള്ളത്. നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യിക്കലാണ്, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കലാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്നെ ബാധിക്കത്തില്ല. അത് യഥാ ആഭാസ, ആഭാസം പോലെ. യഥാ തമസം വെച്ചാൽ രാഹു ഒരു ഗ്രഹമുണ്ട്. രാഹു നമ്മൾ എന്താ ജാതകം നോക്കുമ്പോൾ എപ്പോഴും കാണുന്ന ആരെ? രാഹു ഗതുക്കൾ രാഹുവിനെ കാണും. ഈ രാഹു വാസ്തവത്തിലുള്ളതല്ല. പിന്നെന്താണ്? സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നിഴല് പതിയുമ്പോൾ നമുക്ക് തോന്നിക്കുന്ന ഒരു തോന്നലാണ് രാഹു. എത്ര കാലം മുമ്പ് ഭാഗവതം ഈ സത്യം പറഞ്ഞു ഈ സയൻസ്, ഭാഗവതം എത്ര കാലം മുമ്പ് ഈ സയൻസ് നമ്മെ പഠിപ്പിച്ചതാണ്. സൂര്യൻ്റെ നിഴല് എന്താണ്? ആ ചന്ദ്രനിലോ ഭൂമിയിലോ പതിക്കുമ്പോൾ ഈ നിഴലുകൾ കൊണ്ട് തോന്നിക്കുന്നതാണ് ആര്? രാഹു. വാസ്തവത്തിൽ ഉള്ളതല്ല. രാഹു ആദ്യമില്ലായിരുന്നു, 7 ഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ രാഹുവും കേതുവും കൂടെ വന്നിട്ടാണ് 9 ആയത്. രാഹുവിനെ കാണുന്നത് പോലെ, പക്ഷേ അതില്ലാത്തതല്ല. എന്താണ്? പ്രതിബിംബം ഉള്ളതാണ്. ഈ എന്താണ് നട്ടുച്ച സമയത്ത് ഒരു കുളത്തിന് കരയ്ക്ക് നിൽക്കുക. ആ കുളത്തിൻ്റെ അകത്ത് ആര് കാണും? സൂര്യൻ ഇല്ലേ? സൂര്യൻ്റെ പ്രതിബിംബം അങ്ങനെ കുളത്തിൽ നിൽക്കും. താഴോട്ട് നോക്കുമ്പോൾ ഹാവു നല്ല സൂര്യൻ. പക്ഷേ ഈ സൂര്യൻ എന്തില്ല? ചൂടില്ല. ഉണ്ടോ? പ്രകാശമോ? അതുമില്ല. പക്ഷെങ്കിൽ ഈ സൂര്യൻ്റെ, ഈ കുളത്തിലുള്ള സൂര്യൻ്റെ ഒരു തേജസ് ഈ കുളത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പളപളപളാതിങ്ങനെ തിളങ്ങുന്ന കാണാം. അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല വെയിലുള്ളപ്പോൾ കുളത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കുളത്തിൻ്റെ അകത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ, ഇല്ല കുളത്തിനകത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ ആ സൂര്യൻ്റെ ഒരു തേജസ്, ഒരു പ്രകാശം എവിടെ തട്ടും?
ആ ഭിത്തിയിൽ തട്ടിയിട്ട് ഭിത്തിയിൽ ഇങ്ങനെ പടപടാന്ന് തിളങ്ങും. ഇതൊക്കെ വാസ്തവത്തിലുള്ളതാണ്. ഈ ഈ എന്താണ് ഈ കുളത്തിൽ കണ്ട സൂര്യൻ സത്യമാണോ? അല്ല. ഈ സത്യമല്ലാത്ത സൂര്യനിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? ഈ തിളക്കവും വെട്ടിത്തിളക്കവും പ്രകാശമൊക്കെ ഉണ്ടായത്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ. ഞാൻ എന്ന് പറയുന്ന ഒരു സത്യം അതെവിടെയുള്ളൂ? മുകളിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വരൻ. പക്ഷേ അത് പ്രതിബിംബിച്ച് കുളത്തിൽ വരും. ആ കുളത്തിലുള്ള വസ്തുവിനെ തട്ടിയിട്ട് അത് മറ്റൊരിടത്ത് വീണ്ടും എന്ത് ചെയ്തും അത് പ്രതിഫലിച്ചു കാണും. ഇതൊരു ആഭാസമാണ്, ഇതൊരു പ്രതിഭാസമാണ്. ഇത് കുളത്തിൽ പോയി നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും. ഇത് സത്യമല്ലേ? അതെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിന്നിട്ട് എന്താണ് എല്ലാ വസ്തുക്കളിലും പ്രതിബിംബിച്ച് അവയെ പ്രകാശമാനമാക്കുന്നു. നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. പക്ഷെ നമ്മളൊക്കെ എന്താണ്? പ്രതിബിംബമാണ്. പ്രതിബിംബം വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതാ കണ്ടില്ലേ ഈ കുളത്തിൽ ഇങ്ങനെ വെട്ടി തിളങ്ങിയത് പ്രതിബിംബത്തിൽ കിട്ടിയാലല്ലേ? അപ്പൊ ഇല്ലാത്തല്ലോ. അപ്പൊ എന്തുണ്ട്? ഈ ഈശ്വരൻ തന്നെ. അപ്പൊ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര സത്തയുണ്ട്. അത് ഞാനാണ്. പക്ഷേ ഞാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ എല്ലാവരും എന്നെ ബാധിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല, എന്നെ ബാധിക്കത്തില്ല. ഞാൻ അതിനൊക്കെ നിർമുക്തനാണ്. ഭാഗവതത്തിൻ്റെ രഹസ്യമാണ് 4 ശ്ലോകത്തിൽ പറഞ്ഞത്. 11,000 ശ്ലോകത്തിൽ വേദവ്യാസൻ എഴുതിയ ഭാഗവതം 4 ശ്ലോകത്തിൽ പറയുകയാണ്. കഥയൊന്നുമില്ല. ഭാഗവതത്തിൻ്റെ തത്വം എന്താണ്, ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് മാത്രം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വന് പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം. ഈ എല്ലായിടത്തും എല്ലാത്തിനും വാസ്തവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പക്ഷെ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല, അവിടെ പ്രവേശിച്ചിട്ടില്ല. ഈ മഹാഭൂതങ്ങളൊക്കെ ചലിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ്. ഈ സൂര്യനും ചന്ദ്രന്റെ നക്ഷത്രം ഗോളങ്ങളും ഒക്കെ വെട്ടിത്തിളങ്ങുന്നത് എൻ്റെ ചൈതന്യം അതിൽ ഉള്ളത് കൊണ്ടാണ്, ഞാൻ അതിനകത്തുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാറ്റ് വീശുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ശക്തി കൊണ്ടാണ്. ജലം എന്താണ് പൊങ്ങി വരുന്നത്, താണു പോകുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? അതിനകത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടാണ്. ആകാശം നിറഞ്ഞു നിൽക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ്. അതേപോലെ എല്ലാ ജീവജാലങ്ങളെയും ചേഷ്ടിപ്പിക്കുന്നത്. ഞാനൊന്ന് ചിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആര് വേണം? ഈശ്വരൻ. ഈ കൈയൊന്ന് അനക്കണമെങ്കിൽ ആര് വേണം? ഈശ്വരൻ വേണം. അല്ലേ? ഞാൻ വിചാരിച്ചിട്ടായപ്പോൾ അനങ്ങോ? ഇല്ല. രാവിലെ കട്ടിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം അനക്കത്തില്ല, ഒരു കയ്യും അനക്കത്തില്ല. ഇല്ലേ? ഡോക്ടർമാർ പറഞ്ഞു എന്ത് ചെയ്തു? തളർന്നു പോയി, ഇനി പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ പറ്റിയോ? ഞാൻ ഇന്നലെ രാത്രി വരെ ഈ കൈ അനക്കിക്കൊണ്ടിരുന്നതാണ്. നേരം വിളിച്ചപ്പോൾ ഈ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ കഴിവോടെ പോയി. എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അപ്പം എൻ്റെ കയ്യ്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്, എന്നെ ചലിപ്പിക്കുന്നത്, ഇവിടുന്ന് മറ്റു ദിക്കിലേക്ക് ചലിപ്പിക്കുന്ന ആരാണ്? ഈശ്വര ശക്തിയാണ്. അതെൻ്റെ ഉള്ളിലില്ലെങ്കിൽ ഞാൻ ചലിക്കില്ല. ഈ അവബോധം എപ്പോഴും ഉണ്ടാകണം. ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ മാത്രമല്ല, പിന്നെന്താണ്? ജീവിതത്തിൽ എപ്പോഴും ഈ അവബോധം ഉള്ളിൽ നിറച്ചു വെക്കണം. എൻ്റെ ഉള്ളിൽ ആരാണ്? ഈ ആത്മചൈതന്യ ശക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ. ഫോഫ്മ്യഹം, അതാണ് ഞാൻ. ഇതൊന്നുമല്ല ഞാൻ. ഇതൊക്കെ എൻ്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പം ഞാൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇതിലൊക്കെ പ്രവേശിച്ചാലും ഞാൻ ഇതൊന്നും പ്രവേശിക്കത്തില്ല. ഇതൊക്കെ ഉള്ളിൽ ഞാനുണ്ട്, പക്ഷെ ഇത് തന്നെ ബാധിക്കത്തില്ല. ഈ കയ്യും കാലും തളരുന്നൊക്കെ ആരെ ബാധിക്കും? ശരീരത്തെ. ആരെ ബാധിക്കത്തില്ല? എൻ്റെ ഉള്ളിൽ ഞാനെന്ന ഈശ്വരനെ ഒന്നും ബാധിക്കത്തില്ല. ഈശ്വരൻ തളരില്ല. പിന്നെ തളരുന്ന ആരാണ്? എൻ്റെ മനസ്സ്, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ശരീരം. ദാഹവും വിശപ്പൊക്കെ ഉണ്ടാക്കുന്ന ആർക്കാണ്? ശരീരം. അല്ലേ? ദാഹവും വിശപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ പ്രാണന്റെ ശക്തി ഉണ്ടാകും. ഈ പ്രാണനുള്ളതുകൊണ്ടാണ് ദാഹവും വിശപ്പൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടുമില്ല. അപ്പം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ പ്രാണനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സത്ത ഒന്ന് മാത്രമാണ്. അതാണ് ഞാൻ, അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം, അതാണ് ചൈതന്യം എന്നെന്ത് ചെയ്യണം? അവിടെ തിരിച്ചറിയാം. അതുകൊണ്ട് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാം അന്വയവ്യതിരേകാഭ്യാം യത്സ്യാത് സർവത്ര സർവദാ. അന്വയ വിധേയക രൂപത്തിൽ ഈശ്വരൻ എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന്.
അന്വയത്തെ കൂടെ ചേർന്ന് പോവുക, വ്യതിരേകത്തെ കൂടെ ചേർന്ന് പോകാൻ നിൽക്കുക, വേറിട്ട് നിൽക്കുക. ഇത് രണ്ടും ആരാണ്? ഈ രണ്ട് രൂപത്തിലാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വയ രൂപത്തിൽ, അതായത് കാര്യരൂപത്തിലും കാരണരൂപത്തിലും ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കാരണാവസ്ഥയിൽ ശരീരാദികളോട് ചേരാതിരിക്കുന്ന ഒരു വ്യതിരേകവും ഉണ്ട്. ജാഗ്രതാദികളായ മൂന്നവസ്ഥ നമ്മൾ ഇന്നും അനുഭവിക്കും. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മൂന്നവസ്ഥയുണ്ട്. ജാഗ്രതയിൽ ഞാനുണ്ട്, ഉറപ്പാണ്. ഉണ്ടെന്നല്ല, ഞാൻ പലതാകും അല്ലേ? ജാഗ്രതയിൽ ഞാൻ പലതായിട്ട് മാറിയാണ് എന്ത് ചെയ്യുന്നത്? അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്വപ്നത്തിൽ ഞാനുണ്ട്, സ്വപ്നത്തിൽ ഞാൻ രണ്ടാകും. ജാഗ്രതയിൽ പലതാകും, സ്വപ്നത്തിൽ എന്താകും? രണ്ടാകും. എന്താണ്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ, സ്വപ്നം അനുഭവിക്കുന്ന ഞാൻ. ഇത് രണ്ടും ഒരാളല്ലേ? ഒരു സ്വപ്നം കാണുക, ഞാൻ ഇങ്ങനെ വഴിയെ കൂടി എന്താണ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു, ഒരു ലോറി വന്ന് എന്നെ ഇടിക്കുന്നു, ഞാൻ താഴെ വെച്ചു, എന്നെ തല പൊട്ടിച്ചോറി, എൻ്റെ കൈകാലുകൾ പൊട്ടി ചോര ഒഴുകിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ആൾക്കാരെല്ലാം അടുത്ത് വന്ന് വണ്ടിയെ കയറ്റി എന്നെ എന്ത് ചെയ്തു? ആശുപത്രി കൊണ്ടുപോയി. പെട്ടെന്ന് ICUവിലേക്ക് കയറ്റി. ഡോക്ടർമാരെല്ലാം വന്ന് നോക്കി പരിശോധിച്ചു. ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഏതാനും മണിക്കൂറുകൾക്കൊക്കെ ജീവൻ നഷ്ടപ്പെടും, ഉറപ്പാണ്. ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. എല്ലാവരും വന്നു. 2 മണിക്കൂറിനകം എൻ്റെ ജീവൻ പോയി. അപ്പോൾ എന്ത് ചെയ്തു? മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് ഈ താടി മുഖമൊക്കെ തുണി വെച്ച് കെട്ടി ഒരു പെട്ടിക്കകത്താക്കി എന്നെ എന്ത് ചെയ്തു? ആംബുലൻസിൽ കയറ്റി എൻ്റെ വീടിൻ്റെ മുമ്പ് കൊണ്ടുവച്ചു. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് എൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളൊക്കെ ഇത് കരയുന്നു. ഇതാരാ കാണുന്നത്? ഞാൻ. ഈ പെട്ടി കിടക്കുന്നതോ? അത് ഞാൻ. ഈ പെട്ടി കിടക്കുന്ന കാണുന്നതോ? അത് ഞാൻ. നോക്കൂ, രണ്ടും ഒരാളല്ലേ? രണ്ടുപേരല്ലല്ലോ. പക്ഷെ സ്വപ്നത്തിൽ ഞാൻ എന്ത് ചെയ്യും? രണ്ടാകും. സ്വപ്നം അനുഭവിക്കുന്ന ഒരാൾ, സ്വപ്നം കാണുന്ന ഒരാൾ രണ്ടാവുന്നില്ലേ? ഇത് രണ്ട് വാസ്തുത എന്തെന്ന് ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ രണ്ടായിട്ടേ ഇത് കാണുള്ളൂ. ആരെങ്കിലും ഒന്ന് വിളിച്ചുണർത്തി തൊട്ടുണർത്തുമ്പോൾ ഹാവൂ, ഞാൻ എൻ്റെ മൂക്കിൽ പഞ്ഞിയില്ല, ഇവിടെ കെട്ടുമില്ല, ആരും ചുറ്റും ഇന്ന് കരയുന്നില്ല, ഞാൻ ഇവിടെ കിടക്കാണ്, എൻ്റെ കട്ടിലിൽ സുഖമാണ് ഞാൻ കിടന്നുകൊണ്ടാണ്. ഇത് എവിടുത്തെ അവസ്ഥയാണ്? സ്വപ്നം. ഇത് സത്യമാണോ? ഈ സ്വപ്നം വാസ്തവത്തിൽ അനുഭവിക്കുന്ന അത്രയും സമയം സത്യമല്ലേ? അതെ. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വപ്നം എന്ത് തന്നെയാണ്? സത്യമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണരുമ്പോൾ മനസ്സിലാകും ഇതെന്തല്ലാണ്, സത്യമല്ല. അപ്പോൾ അനുഭവകാലത്തിൽ മാത്രമേ ഉള്ളൂ ഈ സ്വപ്നം സത്യം. അതുകൊണ്ടാണ് ഈ ജീവിതം അനുഭവകാലത്തിൽ മാത്രം സത്യമാണ്, അല്ലെങ്കിൽ സത്യമല്ല. സുഖദുഃഖങ്ങളൊക്കെ അങ്ങനെയാണ്. അനുഭവിക്കുന്ന അത്രയും സമയം എന്നുള്ളൂ ഇതിന് സത്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഇത് സത്യം അല്ല. അപ്പം അനുഭവമാണ് സത്യം, എന്തല്ല സുഖദുഃഖങ്ങൾ അല്ല. എന്തിനേയും നമുക്ക് സുഖമായി അനുഭവിക്കാം, എന്തിനേയും ദുഃഖമായി അനുഭവിക്കാം. ആരാ നിശ്ചയിക്കുക? ഞാൻ തന്നെ. എന്തിനും എനിക്ക് എന്ത് ചെയ്യാം? സുഖമായി അനുഭവിക്കാം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഭക്ഷണം കിട്ടിയില്ല, ഒരു പഴവും ഒരു കട്ടൻ കാപ്പിയും എവിടുന്നോ ആരോ തന്നു, ഹാവൂ എനിക്ക് സുഖമാണ് ഞാൻ വിചാരിച്ചാൽ സുഖം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചു, ഹായ് ഒരു സുഖമില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു സുഖമില്ല. ഇതാരാ വിചാരിക്കുക? ഞാൻ അല്ലേ? അപ്പൊ ഈ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ എന്ന് വ്യത്യാസം പാടിയില്ലേ? സുഖവും ദുഃഖവും ഒക്കെ അനുഭവകാലം പോയാൽ പിന്നെ സമമാണ്. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് എന്ത് വേണമെങ്കിലും സുഖമായി അനുഭവിക്കാം, എന്ത് വേണമെങ്കിലും ദുഃഖമായി അനുഭവിക്കാം. എന്നാൽ പിന്നെ എല്ലാം സുഖമായി അനുഭവിച്ചുകൂടെ? അനുഭവിക്കാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം ദുഃഖമാക്കി അനുഭവിക്കും. എൻ്റെ ഒരു സ്വഭാവം അതാണ്. എന്ത് കൈ തന്നാലും എന്താക്കി മാറ്റും? ദുഃഖമാക്കി മാറ്റും. എന്തൊക്കെ സുഖം കൈ തന്നാലും അനുഭവിച്ചു കഴിയുമ്പോൾ എന്താകും? ദുഃഖമാകും. നോക്കൂ, ഈ കഫേലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്താണ് ആദ്യം ഈ കഫേരിൽ ഇങ്ങനെ ചാരി ഞെളിഞ്ഞ് സുഖമായി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വശത്തേക്ക് ചാഞ്ഞു. അപ്പോഴോ മുമ്പത്തെ സുഖമോ അത് പോയി. പിന്നെന്തായി? ദുഃഖമായി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വലതുവശത്തേക്ക് ചാഞ്ഞു. അപ്പം മുമ്പത്തെ സുഖമോ അത് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വലതുകാല് മുമ്പത്തെ കഫേയുടെ പുറകിലേക്ക് മാറ്റി വെച്ചു. ഹാവൂ എന്തൊരു സുഖം! കാരണം ശരിയാണ് സുഖം. ഈ സുഖം എത്ര നേരമുണ്ട്? 5 മിനിറ്റ്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത കാലം അല്ലേ? ഇങ്ങോട്ട് ചെന്നിരുന്ന സുഖം എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് ചെന്നിരിക്കും. അല്പം കഴിയുമ്പോൾ ഇതെന്താകും? ദുഃഖം. അപ്പം എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചെന്നിരിക്കും. ഹാവൂ ഇത് സുഖമാണ്. എവിടെയാണ് സുഖം ഇരിക്കുന്നത്? എവിടെയാണ് ദുഃഖം ഇരിക്കുന്നത്? ഇതൊക്കെ നമ്മളെന്ത് ചെയ്യാണ്? ഉണ്ടാക്കി വയ്ക്കലല്ലേ? ഈ സുഖവും ദുഃഖവും ഒക്കെ അനുഭവകാലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാം? സുഖമായി അനുഭവിക്കാം, എന്തിനേയും ദുഃഖമായി അനുഭവിക്കാം.
ഇത് ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ സത്യമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തിനെ ഉണ്ടാക്കി അനുഭവിക്കുന്ന ദുഃഖം എന്നുള്ളത്. സുഖം ഇല്ലെന്നാ വിചാരം. സുഖം എന്നൊരു വസ്തുവില്ല, അതാരും കൊണ്ട് തരികയില്ല. ഉള്ളതിനെ എന്ത് ചെയ്തതാണ് സുഖമായി അനുഭവിച്ചു വിടുക. ഇത്രയേ ഉള്ളോ എനിക്ക് സുഖമാണ് എന്ന് ആരാ വിചാരിക്കണ്ടേ? ഞാൻ തന്നെ. അപ്പൊ ഈ ഒരു വിചാരം ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇത് മാത്രമാണ്, എന്തും എനിക്ക് സുഖമാണെന്ന് അനുഭവിച്ചറിയലാണ്. അതുകൊണ്ട് ഞാൻ അന്വയ രൂപത്തിലും വ്യതിരേക രൂപത്തിലും എല്ലാ വസ്തുക്കളിലും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഞാൻ എന്താണ് എന്നോട് ചേർന്ന് പോകുന്ന എല്ലാത്തിലും ഞാനുണ്ട്, വേറിട്ട് നിൽക്കുന്ന എല്ലാത്തിലും ഇന്നുണ്ട്. ഞാനില്ലാത്തൊന്നും ഇവിടില്ല, ഈ പ്രപഞ്ചത്തില്ല. അതുകൊണ്ട് ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന. ഈ ഒരു മതം, ഈ ഒരു ഭാഗവത തത്വം അല്ലയോ ബ്രഹ്മാവെ അല്പസമയം ധ്യാനിച്ച് മനസ്സിലാക്കും. ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ധ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാനീ പറയുന്നത് ഇപ്പൊ കേട്ടു, ശരിയാണ്, സത്യമാണ്, സാറി പറഞ്ഞതൊക്കെ സത്യമാണ്, ഞങ്ങൾക്ക് വിശ്വാസമായി, ശരിയാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ യജ്ഞവേദി വിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ടല്ലേ പോകുള്ളൂ. ആരും വീട്ടിൽ കൊണ്ടുപോകും. ഇതൊന്നും വീട്ടിൽ കൊണ്ട് കയറ്റാൻ പറ്റാത്തതല്ല എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിന് സമയമില്ല. ഇപ്പൊ ഏറ്റവും അധികം നമ്മുടെ സമയം അപഹരിക്കുന്നത് എന്താണ്? ഫേസ്ബുക്കും വാട്സപ്പുമാണ്. ഇത് മുഴുവൻ നോക്കാൻ നേരമില്ല. ഒരു ദിവസത്തെ 24 മണിക്കൂർ നമുക്ക് തീരില്ല. അതുകൊണ്ട് ബാക്കി ജോലികളൊക്കെ മാറ്റി വെക്കും. മുഴുവൻ സമയം എന്താണ്? ഇതിനെ പറയുകയാണ്. അപ്പോഴാണോ ഇവിടെ പറഞ്ഞ ഭാഗവതവും ഇവിടെ പറഞ്ഞ പുരാണവും അതൊന്നും ഇതിനകത്തോട്ട് കൊണ്ട് കയറ്റാൻ പറ്റില്ല. സത്യമാണോ? പൊക്കോട്ടെ, ഒരു വിരോധമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നാളെ വീണ്ടും കേൾക്കണം, അടുത്ത ദിവസം വീണ്ടും കേൾക്കണം. നിരന്തരമായി ഇത് കേട്ട് 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 ഉള്ളിൽ ഈ ആത്മസത്ത എന്ന ഈശ്വര ചൈതന്യ സ്വരൂപം സമാധി കൊണ്ട് ഉറയ്ക്കാൻ പറ്റും. ഈ കേൾവിയാണ് സമാധി. തപസ് ചെയ്യുന്ന മുമ്പുള്ള എന്ത് ചെയ്താൽ മതി? ശ്രവണം, കീർത്തനം. ഞാൻ തുടങ്ങിയത് അവിടെയാണ്. സനകാദികളുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞത് ശ്രവണം, കീർത്തനം. ഇത് രണ്ടുമാണ്. കേൾക്കാൻ പറ്റുക. ഇവിടെ വന്നിരുന്ന് ഈ ഭാഗവത കഥകൾ കുറച്ച് സമയം കേൾക്കാൻ പറ്റുക എന്തൊരു ലാഭമാണ് ജീവിതത്തിൽ. ബാക്കിയൊക്കെ നഷ്ടമാണ്. ഏറ്റവും വലിയ ലാഭം ഇത് മാത്രമേ. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. ഏതിനെയും? ഈ കിട്ടിയതിനെയും വെച്ചേക്കില്ല. പിന്നെന്താ? നാളത്തേക്ക് വെച്ചേക്കില്ല. അതുകൊണ്ട് നാളെ വീണ്ടും കേട്ടോളാം, അടുത്ത ദിവസം വീണ്ടും കേട്ടും. നിരന്തരമായി ഇത് കേൾക്കുമ്പോൾ പിന്നെ മറക്കില്ല. ഒരാളെ ആദ്യം കണ്ടു പരിചയപ്പെട്ടു, അയാളുടെ വീട്ടുപേര്, നാട്, എന്താണ്, അയാളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം 5 മിനിറ്റിനുള്ളിൽ മനസ്സിലായി. ഒരു 10 ദിവസത്തേക്ക് ഇടയിൽ കണ്ടില്ലെങ്കിലോ എല്ലാം മറന്നു. പേര് പോലും ചിലപ്പോൾ ഓർക്കത്തില്ല. പിറ്റേ ദിവസം കണ്ടാലോ ഇന്നലെ കണ്ടതല്ലേ, ഓർക്കുന്നു, കുഴപ്പമില്ല. അതിൻ്റെ പിറ്റേ ദിവസം കാണുമ്പോൾ ഇനി മറക്കില്ല. ഇതേപോലെയാണ് ഭാഗവതം. എന്ത് ചെയ്യണം? എന്നും പരിചയപ്പെട്ടുണ്ട്. ഒരു ദിവസം വിട്ടുപോയാൽ മറന്നുപോകും നമ്മുടെ സ്വഭാവം. കാരണം നല്ല കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് പലപ്പോഴും വിഷമമാണ്. ചീത്ത കാര്യങ്ങളോ അത് സൂക്ഷിക്കണം. 50 വർഷം മുമ്പ് ചീത്ത വിളിച്ച ആ വാക്ക് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്ന് നമ്മൾ പറയാറില്ലേ? ഇല്ലേ? 50 വർഷം മുമ്പ് ഇയാൾ എന്നെ ചീത്ത വിളിച്ച വാക്കാണ്, ഞാൻ മറക്കത്തില്ല. എന്നാ വിഷ്ണു സഹസ്രനാമോ? അത് മറന്നു. ചീത്ത വിളിക്കാനുള്ള വാക്ക് എഴുതി കിട്ടുന്നതാണ്. ആരെങ്കിലും പഠിപ്പിച്ചാണോ? പല ഗുരുക്കന്മാരും കുറേ നാൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാണോ ഈ ചീത്ത വാക്കുകൾ? അല്ല. അച്ഛനമ്മമാരെ പഠിപ്പിച്ചാണോ? അല്ല. പുസ്തകം നോക്കി പഠിച്ചാണോ? അല്ല. പിന്നെന്താണ്? വഴിക്ക് ആരോ ചീത്ത വിളിക്കുന്നത് കേട്ട് പഠിച്ചാണ്. അപ്പൊ കേട്ട് പഠിക്കാൻ പറ്റും, അത് മറക്കത്തില്ല. 90 വയസ്സായ വൃദ്ധൻ ദേഷ്യം വരുമ്പോൾ അയ്യോ ആ ചീത്ത വിളിക്കുന്ന വാക്ക് മറന്നുപോയി എന്ന് പറയാറുണ്ടോ? ഇല്ല. ഒരു 10-20 ചീത്ത വാക്കുണ്ട്, അത് എപ്പോഴും ഓടി വരും, ഒരിക്കലും മറക്കില്ല. അത് നമ്മുടെ ദുഷ്ടവാസനയുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്. ഇത് ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാം. എല്ലാ ദിവസവും മുടങ്ങാതെ ചേർന്ന വിഷ്ണു സഹസ്രനാമത്തിന് അടുത്ത വരി വിട്ടുപോയി. എല്ലാവർക്കും എന്നും അനുഭവിക്കുന്ന, എന്ന് ഞാൻ ചൊല്ലുന്ന, പക്ഷെ അടുത്ത വരി എന്താണെന്ന് കിട്ടുന്നില്ല. ഈ ചീത്ത വാക്കോ അത് ഒരിക്കലും മറക്കില്ല. ഇത് മനുഷ്യന്റെ സഹജമായ ദുർവാസനയുടെ പ്രതീകമാണ്. ഇത് ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് എവിടെയൊക്കെ എന്നൊക്കെ സത്രം നടക്കുന്നോ, ഭാഗവത പാരായണം നടക്കുന്നു, അവിടെ പോയിട്ട് പല സമയം കേൾക്കുക. കേൾക്കുന്നതിനിടയിൽ 10 മിനിറ്റ് ഉറങ്ങിപ്പോയാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? ഭാഗവതം കേട്ടോണ്ടല്ലേ ഉറങ്ങുക. വീട്ടിൽ ഉറങ്ങുന്നതാണ്. കേട്ടുകൊണ്ട് ഉറങ്ങാം,
ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ പിന്നെയും കേൾക്കാം. എന്തൊരു ഭാഗ്യമായത്. അതുകൊണ്ട് ഈ യജ്ഞശാലയിൽ വന്നിരുന്ന് ഒരു 10 മിനിറ്റ് ഉറങ്ങിപ്പോയാൽ ഒരു സങ്കടവുമില്ല. കാരണം എന്താണ്? ഭാഗവതം കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. വീട്ടിൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നിരന്തരമായി എന്ത് ചെയ്യണം? മറക്കാതെ യജ്ഞശാലയിൽ വന്നിരിക്കുക. ഇത് സ്ഥിരമായി തന്നെ കേൾക്കുക. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോഴത്തെ ഒരു ആത്മശാന്തി നഷ്ടപ്പെടാതെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വീട്ടിൽ കൊണ്ട് ഇത് പലർക്കും എന്ത് ചെയ്യണം? പകർന്നു വെക്കണം. ആദ്യമൊന്നും ആരും കേൾക്കില്ല. ഇന്നാൾ സത്രത്തിൽ പോയിട്ട് എന്ന് വെച്ചാൽ അത് സദ്യയുടെ ഗുണം അതിന് കേൾക്കും. എന്തൊക്കെ വിഭവങ്ങളുണ്ടായിരുന്നു, പായസം എന്തായിരുന്നു, ഇതൊക്കെ എന്തെങ്കിലും എടുത്തു. ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് ആരും ചോദിക്കുകയില്ല, നമ്മളൊട്ട് പറയുകയില്ല. കാരണം ഇതല്ല പ്രധാനം. പിന്നെന്താണ്? മറ്റതാണ്. നോക്കൂ, നമ്മുടെ ആസുര ബുദ്ധിയുടെ ഏറ്റവും വലിയ പോക്ക്. അപ്പം ഇതൊന്നും അല്ല പ്രധാനം. ഞങ്ങളിവിടെ കേട്ട കുറേ കാര്യങ്ങൾ, ഈ 4 ചതുശ്ലോകി ഭാഗവത്തിലെ 4 വരികൾ, ഇത് ഒരെണ്ണം നിങ്ങൾക്ക് ഒരു ദിവസം ഒരാളോട് പറയണം. ചിലപ്പോൾ കേൾക്കാൻ നിൽക്കാൻ പോകും, പൊക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യണം? അത് പറയണം. ഇങ്ങനെ പല പ്രാവശ്യം വീട്ടുകാരോട് പറയുമ്പോൾ, ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ പറയുമ്പോൾ അവർ കേൾക്കുന്ന എന്തൊരു അത്ഭുതമാണ്. വിചാരിച്ചോട്ടെ, വെറുതെ പറയുക, ചുമ്മാ പറയുക. 3-4 പ്രാവശ്യം പറഞ്ഞിട്ട് പൊക്കോളുക. കേൾക്കുന്ന കേൾക്കണ്ട, ആരെ കേൾക്കണ്ട. അടുത്ത ദിവസം പിന്നെയും പറയുക. ഇങ്ങനെ 10 ദിവസം പറയുമ്പോൾ പതുക്കെ അവർ കുറേശ്ശെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു വലിയ സമാധിയായി, ഇതൊരു യജ്ഞമായി ഒരിക്കലും നഷ്ടപ്പെടാതെ ഉള്ളിൽ സൂക്ഷിക്കത്തക്ക മട്ടിൽ ഈ ആത്മചൈതന്യ സ്വരൂപത്തെ, അതാണ് ഞാനെന്ന് ഒരു തിരിച്ചറിവ് ഇതേപോലുള്ള യജ്ഞവേദിയിൽ കിട്ടണം. ഭാഗവതം 4 ശ്ലോകത്തിൽ മാത്രം ഒതുക്കി ബ്രഹ്മാവ് ആർക്ക് പറഞ്ഞു കൊടുത്തു? നാരദൻ. അപ്പം നാരദൻ ചോദിച്ചു, അച്ഛനെ എഴുതി കിട്ടിയിരുന്നു. അപ്പോഴാണ് സാക്ഷാൽ പരമാത്മചൈതന്യ സ്വരൂപനായ ഭഗവാൻ ഒരു വാക്കിൽ പറഞ്ഞതെന്നാണ് ഞാൻ 4 ശ്ലോകത്തിൽ പറഞ്ഞത്. അതാണ് നാരദൻ വ്യാസൻ ഉപദേശിച്ചത്, അതാണ് വ്യാസൻ ശുഗൻ ഉപദേശിച്ചത്, അതാണ് ശുഗൻ പരീക്ഷത്തിന് എന്താണ് ഉപദേശിച്ചത്, അതാണ് ഞാൻ കേട്ടത്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു വലിയ സ്വരൂപം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗവതത്തിൻ്റെ ചതുശ്ലോകിയുടെ യഥാർത്ഥമായ അവബോധമുള്ള ഉറപ്പിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പരബ്രഹ്മചൈതന്യ സ്വരൂപത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ആശംസകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 മണി കഴിഞ്ഞ ഫലമായി വിശക്കുന്നതിന് മറ്റൊന്നും തോന്നില്ല. ബുഭുക്ഷിതം ന പ്രതിഭാദിക്കുന്നത്. വിശക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒറ്റ വിചാരമുള്ളൂ, വിശപ്പ് മാത്രം. പിന്നെ ഭാഗവതം വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്താ പറയുക? ഭഗവത് സ്വരൂപത്തിൻ്റെ പാതാരവിന്ദങ്ങൾ വിനയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, സത്ര സന്നിധിയിൽ ഇത്രയും സമയം നമുക്ക് ആധ്യാത്മികമായ തലത്തിലൂടെ ചിന്തിക്കാൻ ചതുശ്ലോകി ഭാഗവതവും അതോടൊപ്പം തന്നെ മറ്റ് ഇതര കാര്യങ്ങൾ, ഭഗവത് സംബന്ധമായ കാര്യങ്ങളെ വിചാരം ചെയ്തുവന്ന ഡി വിശ്വനാഥൻ നമ്പൂതിരി അവർക്ക് ഈ സന്നിധിയിൽ കുടികൊള്ളുന്ന ഭഗവാന്റെയും ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മറ്റ് ദേവഗണങ്ങളുടെ എല്ലാം അനുഗ്രഹം മന്വന്തരങ്ങളോളം അദ്ദേഹത്തിന് ലഭിക്കുവാനാകട്ടെ. അദ്ദേഹത്തിന് ദക്ഷിണാധികരണം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ യാത്രയാക്കുകയാണ്.